പബ്ലിക് ഓഡിറ്റിൽ മന്ത്രി സജി ചെറിയാൻ കൈയാളുന്ന വകുപ്പുകൾ അതിൽ തന്നെയും സാംസ്കാരികവും അതുപോലെ സിനിമാ മേഖലയുമാണ് വളരെ സൂക്ഷ്മമായി നമ്മൾ ഈ ചർച്ചയുടെ ഭാഗമാക്കി മാറ്റിയത്. പബ്ലിക് ഓഡിറ്റിൽ ആ നിലയിലുള്ള ചർച്ചയാണ് നടന്നത്. ഇനി ഫിഷറീസ് അതുപോലെ യുവജനക്ഷേമം വളരെ സുപ്രധാനമായിട്ടുള്ള രണ്ട് വകുപ്പുകൾ, ആ വകുപ്പുകൾ ഈ കാലയളവിൽ കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ട ഏറ്റെടുത്ത നടപടികൾ പൂർത്തീകരിച്ചത്, അതിൻ്റെ ഓരോ ഘട്ടവും വിശദമായി നമ്മളോട് പബ്ലിക് ഓഡിറ്റിൽ സംസാരിക്കുന്നതിന് മന്ത്രി സജി ചെറിയാൻ തുടരുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഈ സെഷനിൽ പബ്ലിക് ഓഡിറ്റിൽ ഉള്ളത് മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട രണ്ട് ആളുകൾ കൂടിയാണ്. ഒരാൾ റോജി സൈമണാണ്, മത്സ്യത്തൊഴിലാളി. അതുപോലെ തന്നെ മത്സ്യകർഷകനായിട്ടുള്ള അതുൽ ഫ്രാങ്ക്ലിൻ മിറാൻഡയും നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. അവരിലേക്ക് പോകും മുമ്പ് മിനിസ്റ്ററിലേക്ക്, പ്രളയകാലത്ത് നാടിനെ സംരക്ഷിച്ച മത്സ്യമേഖലയെ, മത്സ്യത്തൊഴിലാളികളെ നാടിൻ്റെ സേന എന്ന നിലയിലാണ് ഇടതുപക്ഷ സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ അവരെ ആദരവോടെ ചേർത്ത് നിർത്തിയത്. അതിൻ്റെ തുടർച്ചയിൽ ചെങ്ങന്നൂരിൻ്റെ MLA ആയ താങ്കൾ ഫിഷറീസിൻ്റെ തന്നെ മന്ത്രിയായി വന്നു. ഈ ഒരു ബന്ധം ഈ കാലയളവിൽ ആ മേഖലയെ കൂടുതൽ മികവോടെ മറ്റ് സംഘർഷങ്ങളൊന്നുമില്ലാതെ കൊണ്ടുപോകാൻ സഹായമായോ, അങ്ങനെ സാധിച്ചിട്ടുണ്ടോ? എന്താണ് അനുഭവം? ഒന്നാമത് നമ്മൾ ചെയ്തൊരു കാര്യം, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം ഞാൻ 47 തീരദേശ മണ്ഡലങ്ങളിലും പോയി. അത് കേരള ചരിത്രത്തിലെ ആദ്യത്തെ സംഭവം. അവിടുത്തെ ഫിഷർമാൻ കമ്മ്യൂണിറ്റിയെ വിളിച്ചു. ആയിരക്കണക്കിന് ആളാണ് കൂടിയത്. ഫേസ് ടു ഫേസ് സംസാരിച്ചു. എന്താ നിങ്ങളുടെ പ്രശ്നം പറയാനുള്ള പറയാം. ഹാഫ് ഡേ എടുത്ത് ഒരു അര ദിവസം ഒരു മണ്ഡലത്തിന് വേണ്ടി എടുത്തു. അപ്പോൾ എത്ര ദിവസം പോകേണ്ടി വന്നു? 36,000 പരാതിയാണ് വന്നത്. വർഷങ്ങളായി പരിഹരിക്കേണ്ട പരാതികൾ പരിഹരിക്കുക കെട്ടിക്കിടന്നത് തീരുമാനമില്ലാതെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ആ പരാതി മുഴുവൻ എഴുതി വാങ്ങിച്ചു സോർട്ട് ചെയ്തു. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു 25,000-ഓളം പരാതി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ മിനിസ്റ്റർ, അത് ഈ തിരുവനന്തപുരം മുതൽ അങ്ങ് കാസർഗോഡ് മഞ്ചേശ്വരം വരെ അതെ, എല്ലാ മണ്ഡലത്തിലും പോയി. 47 മണ്ഡലത്തിൽ ഞാൻ പോയി. അതിലൊരു 25,000 പരാതി ഫിഷർമാൻ്റെ പരാതി ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓരോ വകുപ്പിനും സോർട്ട് ചെയ്ത് കൊടുത്ത് മുഴുവൻ പരിഹരിച്ചു. ഇത് ആദ്യ വർഷം തന്നെ സാധിച്ചു എന്നാണ്? ഫസ്റ്റ് ഇയർ തുടങ്ങി. ഫസ്റ്റ് ഇയർ നമ്മൾ പരിപാടി തുടങ്ങി. മന്ത്രി ആദ്യത്തെ പണി തുടങ്ങി. അതൊക്കെ ചെയ്തു. ഓക്കെ. ബാക്കിയുള്ള വകുപ്പുകൾ കൊടുത്തു. ആ വകുപ്പുകൾ കൊടുത്തത് പിന്നീട് നടന്ന അദാലത്തുകളിൽ ഒന്നൊന്നായി എടുത്ത് പരമാവധി പരിഹാരം കണ്ടു. എൻ്റെ വിശ്വാസം ഒരു 80% അപേക്ഷകൾക്കും പരിഹാരം കാണാൻ പറ്റി. അതിലേറ്റവും കൂടുതൽ ഒരു കാര്യം പരിഹരിച്ചതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 51 അപേക്ഷയാണ് ഈ 2004 മുതൽ കടൽ അപകടത്തിൽപ്പെട്ട് മരിച്ചവർക്ക് ഇൻഷുറൻസ് കമ്പനി പണം കൊടുക്കാറുള്ളത്. 51 അപേക്ഷ. അപ്പോൾ ഈ നമ്മുടെ വനിതകളായ മത്സ്യത്തൊഴിലാളി സഹോദരിമാർ വന്ന് പൊട്ടിക്കരയുക. കാരണം ഭർത്താവ് കടലിൽ മരിച്ചുപോയി. 2004 മുതൽ ഇപ്പോൾ 26 എത്ര വർഷമായി പണം കൊടുക്കാതിട്ട് ഇവരെ ചുറ്റിയ ചെറിയ ചെറിയ പേപ്പറുകളാണ്. അവിടുന്ന് ഒരു വില്ലേജ് ഓഫീസ് പേപ്പർ കിട്ടില്ല, ഇവിടുന്ന് പിന്നെ പഞ്ചായത്തിൽ ഒരു പേപ്പർ കിട്ടിയില്ല. അത് പറഞ്ഞ് ഈ ഇൻഷുറൻസ് കമ്പനിക്കാർ ഇവരെ ഇഷ്ടങ്ങ് കഷ്ടപ്പെടുന്നത്. അല്ല, അതിപ്പം മന്ത്രിക്കും ഈ രേഖകളൊക്കെ ആവശ്യമല്ലേ? മന്ത്രിക്കായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? ഞാനിവിടെ വന്നിട്ട് ഞാൻ വെറുതെ വിട്ടില്ല. 51 പേരുടെ മുഴുവൻ റിപ്പോർട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു മാസത്തിന് മുഴുവൻ റിപ്പോർട്ട് ഞാൻ മേടിച്ചിട്ട് ഇൻഷുറൻസ് കമ്പനിക്കാരെ വിളിച്ചു. ഇതിലെത്ര പേർക്ക് എന്താ തടസ്സമെന്ന് ചോദിച്ചു. അപ്പോൾ ആ തടസ്സം ഈ തടസ്സം ഞാൻ 51 പേർക്ക് ഉദ്യോഗസ്ഥന്മാരെ വെച്ചു. 51 പേരുടെ ഉദ്യോഗസ്ഥന്മാരെ വെച്ചു. ഞാൻ പറഞ്ഞു, ഒരു ഫിഷർമാൻ വീട്ടിൽ നിന്ന് ഒരൊറ്റയാണ് നിങ്ങൾ വിളിച്ചുകൊണ്ട് പോരുത്. ഏത് ഓഫീസിൽ ഏത് പേപ്പർ കൊണ്ടുവരണം നിങ്ങൾ പോയി കൊണ്ടുവന്നോണം. അവർക്ക് റേഷൻ കാർഡില്ലയോ, നിങ്ങൾ റേഷൻ കൊണ്ടായിക്കോണം. വില്ലേജ് ഓഫീസിൽ 10 പേർ, നിങ്ങൾ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കി. കോഴിക്കോട് തിരുവനന്തപുരത്ത് 2 അദാലത്ത് വെച്ചു. ആൻ്റണി രാജു എന്നോട് സഹായിച്ചു. അതിലേതാണ്ട് 51-ൽ 39 കേസ് ഉണ്ട്. 10 ലക്ഷം രൂപ വെച്ച്. എൻ്റെ ശരത്തെ അന്ന് ഈ അദാലത്തിൽ കണ്ട കണ്ണുനീരുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്കൊന്നും സംഭവിക്കാത്തത് അതുകൊണ്ടാണ്. എൻ്റെ ജീവിതത്തെ മറക്കത്തില്ല. കെട്ടിപ്പിടിച്ച് കരയുകയാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 10 ലക്ഷം രൂപ അങ്ങോട്ട് കൊടുക്കുക. അതായത് 2004 മുതലുള്ള പൈസ അങ്ങോട്ട് കൊടുക്കുകയല്ലേ. ഉറ്റവരെ നഷ്ടപ്പെട്ട അവർക്ക് അനാഥമായി മക്കളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റാതെ, പഠിപ്പിക്കാൻ കഴിയാതെ നിരാലംബരായ 51 കുടുംബം 39 കേസ് ഞാൻ പരിഹരിച്ചു. 10 ലക്ഷം വെച്ച് എത്ര 13 കോടിയോ സംതിങ്, എത്ര ഞാൻ ഓർക്കുന്നില്ല, കൊടുത്തു. ബാക്കിയുള്ള പൈസ ഞാൻ ഗവൺമെൻറ്റിലേക്ക് കൊടുത്തു. അവർക്കൊരു ലംസ് എമൗണ്ട്. ചില കേസസ് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ഇപ്പോൾ കടലിൽ ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു.
ഇൻഷുറൻസ് കമ്പനിക്കാർ പൈസ കൊടുത്തു. അങ്ങനെ ചില കേസസ് വന്നു. ആ കേസസ് ഒഴിച്ച് മുഴുവൻ സെറ്റ് ചെയ്തു. ഇതുപോലെ ഓരോ അപേക്ഷയും എടുത്ത് പരിശോധിച്ചു. എനിക്ക് തോന്നുന്നു ഒരു 35-40 കോടി രൂപ ഈ സന്ദർശനത്തിൽ തന്നെ വെച്ച് കൊടുത്തു. ഏത് ആ മണ്ഡലത്തിൽ നേരത്തെ തന്നെ അവർ അപേക്ഷ മേടിച്ചിട്ട് പരിഹരിച്ച് അവിടെ തന്നെ വെച്ച് പൈസ കൊടുത്തു. എന്നാൽ പിന്നെ ഒരു മത്സ്യത്തൊഴിലാളി പറയുന്നത് കേട്ടാലോ. ഇപ്പോൾ മത്സ്യമേഖലയിൽ കടലിൽ മരിക്കുന്നവർക്ക് 10 ലക്ഷം രൂപ കിട്ടും. അത് ക്ഷേമനിധി ബോർഡിൽ നിന്ന്. പിന്നെ ഇൻഷുറൻസ് 10 ലക്ഷം രൂപ. പക്ഷേ AK ആൻ്റണി ഭരിച്ചപ്പോൾ ഉണ്ടായത് 10,000 രൂപയാണ് കടലിൽ മരിക്കുന്നവർക്ക് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ സിസ്റ്റം തന്നെ പൈസ കൂട്ടുകയും ഇൻഷുറൻസിൻ്റെ ഇതൊക്കെ വന്നത് ഈ സർക്കാരിൻ്റെ സമയത്തൊക്കെ തന്നെയാണ് വളരെ ഇതായിട്ട് വന്നിട്ടുള്ളത്. വളരെ ക്ലാരിറ്റിയോടെയാണ് അമ്മ പറഞ്ഞത്. വളരെ ക്ലിയർ ആണ്. 10 ലക്ഷം രൂപ താങ്കൾ 2004 മുതൽ നിന്ന് കൃത്യം AK ആന്റണിയുടെ കാലയളവാണ് ഭരണകാലം. ആ കാലം മുതൽ ഞങ്ങൾ വന്നപ്പോൾ 20 ലക്ഷം രൂപ ആക്കിയല്ലോ. 10 ലക്ഷം രൂപ ക്ഷേമനിധി ബോർഡും 10 ലക്ഷം രൂപ പിന്നെ ഫെഡും. അതിൽ 10 ലക്ഷത്തിന് ക്ഷേമനിധി ബോർഡിന് ഒരു പൈസയും പ്രീമിയം കൊടുക്കണ്ട, മുഴുവൻ പൈസ സർക്കാർ കൊടുക്കും. ഈ മത്സ്യഫണ്ടിന് ഒരു 500 ചില്ലാൻ രൂപയുള്ളൂ. അപ്പോൾ 20 ലക്ഷം കിട്ടും. ഇപ്പം നമ്മൾ തീരുമാനിച്ചു 30 ലക്ഷം ആക്കണമെന്ന്. കാരണം ഒരു മത്സ്യത്തൊഴിലാളി മരിച്ചാൽ 30 ലക്ഷം രൂപ കൊടുക്കണം വിലവർദ്ധനവിൻ്റെയൊക്കെ സാഹചര്യത്തിൽ. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് അതൊരു ഭാഗം. ഈ അമ്മ പറഞ്ഞതുപോലത്തെ ഒരു പൊതുവികാരവും ഒരു ധാരണയും മത്സ്യത്തൊഴിലാളികൾക്കിടയിൽ വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അവർ നിങ്ങൾ കാണുന്നുണ്ട് തീരദേശത്ത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീരദേശത്തൊക്കെ ചെല്ലുമ്പോൾ എന്നെ അവർ ഒരു മകനെ പോലെ എന്നെ എന്തൊരു ഹൃദയത്തിൽ. ഞാൻ ഇന്നലെ ദിനകരൻ സാറിൻ്റെ പിന്നെ 50 വർഷമായ അദ്ദേഹം ധീവരസഭയുടെ പ്രസിഡന്റ് 50ാം വാർഷികം ഞാനായിരുന്നു ഉദ്ഘാടനം ചെയ്തത്. അവിടെയൊക്കെ ചെന്ന് എന്തൊരു സ്നേഹമാണെന്നറിയുക. കാരണം അവർക്ക് നമ്മൾ ഓപ്പൺ ഹെർട്ടഡായിട്ടല്ലേ സംസാരിക്കുന്നത്. അവർ എന്തൊരു സ്നേഹമാണെന്നറിയുക. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ്. പക്ഷേ അത് ഞാനിപ്പോൾ 47 മണ്ഡലത്തിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾ എല്ലാ കാലവും മീൻ പിടിച്ച് ജീവിക്കാമെന്ന് വിചാരിക്കരുത്. കാരണം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി ഉൽപ്പാദനം കുറഞ്ഞിരിക്കുന്നു. പുതിയ സാങ്കേതിക വിദ്യ വന്നിരിക്കുന്നു. നമ്മൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, മാറണം. അതിനൊരു കാര്യം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഈ സമൂഹം കേരളത്തിൽ ഏറ്റവും പിന്നിരിക്കുന്ന സമൂഹം ഫിഷർമെൻ കമ്മ്യൂണിറ്റി ആയിരുന്നു. പക്ഷേ അവിടെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു ഗുണം, അവിടെയാണ് ഈ ലാപ്ടോപ്പൊക്കെ കൊടുക്കുന്ന ഒരു പദ്ധതി. എന്തോ ലാപ്ടോപ്പ് അത് കേൾക്ക്. ഇന്ന് അവർക്ക് എവിടെ വരെ പഠിക്കണതിനും സൗജന്യം. അതെന്താ സൗകര്യം? അതെങ്ങനെയാണ്? എല്ലാം ഫ്രീ. ഒരു പൈസ മുടക്കണ്ട. യൂറോപ്പിൽ വിട്ട് പഠിപ്പിക്കില്ലേ ഇപ്പോൾ? 3 പേര് ഇപ്പോൾ യൂറോപ്പിൽ പഠിക്കുന്നുണ്ട്. ഞാൻ മന്ത്രിയായതിനു ശേഷം കൊടുത്തതാണ്. കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് എല്ലാ പഠനം. ഇപ്പം ഒരു ഡോക്ടർ തീരദേശത്തിലായിരുന്നു. ഇവരൊക്കെ തീരദേശത്തെ ആളുകളാണല്ലോ. ഇവരോട് ചോദിക്കും, ഒരു ഡോക്ടർ തീരദേശത്തിലായിരുന്നു 10 വർഷം മുമ്പ്. ഇന്ന് 101 ഡോക്ടർമാരുണ്ട് നമ്മുടെ ഈ തീരമേഖല മാത്രം. ഈ വർഷം എൻട്രൻസ് കോച്ചിങ് നമ്മൾ നടത്തി. നമ്മൾ എൻട്രൻസ് കോച്ചിങ് സൗജന്യം. ലാപ്ടോപ്പിൻ്റെ ആണത്. അതെ, എൻട്രൻസ് കോച്ചിങ് ഒക്കെ നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുക. ആ സൗജന്യമായി കൊടുത്തപ്പോൾ ആദ്യമായൊരു സംഭവമുണ്ട്. നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിന് വൻ പ്രാധാന്യം നമ്മൾ കൊടുത്തു, ഭയങ്കരമായി കൊടുത്തു. അങ്ങനെ വന്നപ്പോൾ 26 കുട്ടികൾ ഈ വർഷം എൻട്രൻസിൽ MBBS വന്നു, യോഗ്യത നേടി. അത് ആദ്യത്തെ സമയം. മറ്റേ 1-2 ഒക്കെ നടത്തുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി. അപ്പം പഠിക്കാനുള്ള താല്പര്യം അവർ വർദ്ധിച്ചു. എല്ലാ സ്കൂളിലും എല്ലാ കോളേജിലും അവർക്ക് സൗജന്യമായ വിദ്യാഭ്യാസം വന്നു. വിദേശ രാജ്യത്ത് വരെ പോയി പഠിക്കാനുള്ള സംവിധാനങ്ങൾ വന്നു. അതിൻ്റെ ഫലമായി ഒരുപാട് പ്രൊഫഷണൽസ് വന്നു. പിന്നെ നല്ല ഒന്നാം തരം ടീച്ചേഴ്സ്, അഡ്വക്കേറ്റ്സ്, സർക്കാർ എംപ്ലോയീസ്, ഒരുപാട് എൻജിനീയേഴ്സ്, സയൻറ്റിസ്റ്റുകൾ, പ്ലെയിൻ ഓടിക്കുന്ന ആൾ വരെ ഇന്ന് നമ്മുടെ തീരദേശത്തുണ്ട്. എന്ന് വെച്ചാൽ അത്ര ഒരു പ്രൊമോഷൻ എഡ്യൂക്കേഷൻ കൊടുത്തു. നിങ്ങൾ ഈ തീരദേശ സ്കൂളുകളൊന്ന് പോയി കാണണം. ഓക്കെ. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ 51 സ്കൂളുകൾക്ക് പുതിയ കെട്ടിടം പണിതു. നിങ്ങളുടെ ഒരു ജീവിതാനുഭവത്തിൽ നിന്ന് എന്ത് പറയും? കാരണം നേരത്തേക്കെന്ന് പറയുമ്പോൾ നമുക്ക് വിദ്യാഭ്യാസത്തിന് വളരെ പിന്നിലോട്ടായിരുന്നു. ഇപ്പോഴെന്ന് പറയുന്നത് സാറ് നേരത്തെ പറഞ്ഞതിനകത്ത് നമ്മൾ ആ സ്കൂളും പരിസരമൊക്കെ പോയി കാണുമ്പോൾ തന്നെയാണ് നേരത്തെ പ്രൈവറ്റിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴങ്ങനെയല്ല. നമ്മൾ അവിടെ എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിലോട്ട് തന്നെയാണ് ഇപ്പോഴോട്ട് വിടുന്നത്. കാരണം അത്രയും മാറ്റമുണ്ട്. ഫുഡ് തന്നെ അത്രയും ഇതായിട്ടുള്ള മാറ്റങ്ങളുള്ള ഫുഡൊക്കെ ഉണ്ട്. ഞാനൊക്കെ പഠിച്ച കാലഘട്ടത്ത് അത്രയും വളരെ മോശമായിരുന്നു. ഇപ്പോഴും തന്നെ നമ്മൾ ചിന്തിച്ചത് പ്രൈവറ്റിലോട്ട് വിടാൻ പിള്ളേരെയൊക്കെ. ഇപ്പോഴും നോക്കി വന്നപ്പോഴേക്കും ഇത് ഇപ്പോൾ നമ്മളെ ഗവൺമെൻറ് സ്കൂളിൽ തന്നെയാണ് മുൻകരുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ. കാരണം അത്രയും വൃത്തിയും പഠനവും എല്ലാം ഉണ്ട്. സാറ് നേരത്തെ പറഞ്ഞാണ് ഇപ്പോൾ ലാസ്റ്റ് മുതലപ്പുഴയിൽ വള്ളം പറഞ്ഞിട്ട് 2 പേര് മരിച്ചില്ലേ സാറേ? അതിൽ എൻ്റെ വള്ളത്തിലാണത് മരണം സംഭവിച്ചത്. അതിൽ തന്നെ ഒരാളിന് 20 ലക്ഷം രൂപ
ഏകദേശം റെഡിയായി. കാരണം മത്സ്യബന്ധന ഇൻഷുറൻസ് 10 ലക്ഷം. ഈ കാലതാമസം വല്ലാതെ അങ്ങ് മാറി അല്ലേ? ഇല്ല, നേരത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ബോഡി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കത്തില്ല. നേരത്തെ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ഒരു ചട്ടമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ മത്സ്യത്തൊഴിലാളി മരിച്ചാൽ അതിൻ്റെ പേപ്പർ വർക്കിന് മത്സ്യത്തൊഴിലാളിയെ വിളിച്ചിട്ട് പോകാൻ പാടില്ല. അത് ശരി. ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ചാർജ് കൊടുത്തോണം. ആ ഉദ്യോഗസ്ഥൻ അവരുടെ കൂടെ പോയി വിതിൻ ഡേയ്സ് എല്ലാ ഡോക്യുമെൻറ്റും വേണ്ടി സബ്മിറ്റ് ചെയ്തോണം. ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ്. അത് അവരുടെ ജോലിയാണ്. മറ്റേ അങ്ങനല്ല. ഈ പാവങ്ങൾ ഇവർക്കെല്ലാം എന്തൊരു അറിയോ, ഈ ഉദ്യോഗസ്ഥന്മാരുടെ ചെന്നാൽ അവർ കാല് മടക്കി അടിക്കത്തില്ല. അവർ വേറെ പറഞ്ഞു വിടും. ഈ പാവങ്ങൾ നടന്ന് കാല് ചെയ്യും. ഇപ്പം അതില്ല. അവിടെ ഇപ്പോൾ ഒരാൾ മരിച്ചാൽ ആ ഉദ്യോഗസ്ഥൻ്റെ ജോലിയാണ്, ഇല്ലെങ്കിൽ ഇവിടെ പിടിക്കും. അതുകൊണ്ട് അവരിപ്പം സേഫാണ്. കാരണം അവിടെ തന്നെ സത്യം. കാരണം ഞാൻ അവിടെ ഉള്ള ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എൻ്റെ വള്ളത്തിലാണ് സംഭവിച്ചത്. ലാസ്റ്റ് വള്ളം മുതലപ്പുഴയിൽ മറിയുന്നു ഓഗസ്റ്റ് മാസം. 2 ആൾ മരണപ്പെട്ടത്. അതിൽ ഒരാളുടേത് ഇൻഷുറൻസ് ഒന്നും അടച്ചിട്ടില്ലായിരുന്നു. എന്നിട്ടും അവർ ഫിഷറീസിൽ നിന്ന് എന്തോ ആനുകൂല്യം കൊടുത്തായിരുന്നു. ജോസഫ് എന്ന് പറഞ്ഞൊരു പുള്ളിക്ക്. പിന്നെ മൈക്കിൾ എന്ന് പറഞ്ഞ പുള്ളിക്ക് 2 സ്ഥലത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഏകദേശം എല്ലാം റെഡിയായി. നേരത്തേക്കെന്ന് പറയുന്ന സാറ് പറഞ്ഞാൽ ഒരുപാട് വൈകിട്ടുണ്ട്. ഈ പേയ്മെൻറ്റ് കിട്ടാനൊക്കെ 5 വർഷമായിട്ടും കിട്ടാതെ കിടക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും നോക്കുമ്പോൾ അങ്ങനെയല്ല, 2 മാസം 3 മാസത്തിനകത്ത് അത് പരമാവധി 2-3 മാസം അപകട മരണം ഉണ്ടായ പൈസ അപ്പോഴും കിട്ടിയ ഇൻഷുറൻസ് തുക അടക്കം കിട്ടുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റേ മഞ്ഞുമാസ പൈസ നേരത്തേക്കെന്ന് വെച്ചാൽ വളരെ തുച്ഛമായ പൈസയായിരുന്നു. ഇപ്പോഴും നമ്മൾ 1500 രൂപ അടയ്ക്കുമ്പോഴേക്കും നമുക്ക് പണിയില്ലാത്ത സമയത്തൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് 4500 രൂപ നമുക്ക് കിട്ടുകയാണ്. മഞ്ഞുമാസം പൈസ അത് കറക്റ്റ് അത് വന്നുകൊണ്ടിരിക്കുക. പിന്നെ നമുക്കിപ്പം നമ്മൾ പിണറായി സർക്കാരിൻ്റെ ഇതിന് മറ്റേ 1000 രൂപ വെച്ച് ഇപ്പോഴും ഇട്ടത് കുറേ പേർക്കായി കിട്ടിയെന്ന് പറഞ്ഞിട്ട് വീട്ടമ്മമാർക്കൊക്കെ അതൊന്നുകൂടെ ഒന്ന് വിശദമാക്കാൻ പറ്റുന്ന കാര്യമില്ല. സമ്പാദ്യ സമാശ്വാസ പദ്ധതിയാണ് പറഞ്ഞത്. അതായത് നമ്മൾ കേന്ദ്രവും ഗുണഭോക്താവും ചേർന്നിട്ട് 1500 രൂപ അടയ്ക്കണം. 2700 ഉണ്ടായിരുന്നു. നമ്മുടെ ഈ ഗവൺമെൻറ് വന്നപ്പോൾ അത് 4500 കേന്ദ്ര ഗവൺമെൻറ് ആ പണം തരുന്നില്ല. ആ പണം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഇപ്പോൾ 3000 രൂപയും 1500 രൂപ ഗുണഭോക്താവ് അടയ്ക്കണം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആ പൈസ തരുന്നില്ല. അത് നമ്മൾ പ്രതിസന്ധിയില്ല. ഇപ്പം നമ്മൾ 6000 രൂപ ആക്കാൻ വേണ്ടി ഈ കേന്ദ്രത്തിന്റെ ഇത്തരം വിഹിതങ്ങൾ പല മേഖലകളിലും തടഞ്ഞു വെച്ചത് ഫിഷറീസിലും ഉണ്ടെന്നാണോ? സംശയം. നമുക്ക് പൈസ സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ എനിക്ക് തോന്നുന്നു ഒരു 2-3 വർഷമായിട്ട് പൈസ കിട്ടാറുണ്ട്. കേന്ദ്രം തരാനുണ്ട്. തരത്തില്ല. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റിൻ്റെ വിഹിതത്തിനോടൊപ്പം അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുക. ആ പണം കിട്ടുമ്പോൾ എടുക്കാവുന്ന സാധനം കൊടുക്കുന്നത്. നെല്ലിൻ്റെ ഇവിടെ കുടിശ്ശിയൊന്നുമില്ല. അവർക്ക് കൊടുക്കാനുള്ള പൈസ നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് അക്കൗണ്ടിൽ വരുന്നു. അവരുടെ അക്കൗണ്ടിൽ പൈസ കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ 6000 ആക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ച് ക്യാബിനറ്റ് വന്നിട്ടുണ്ട്. 6000 ആക്കാൻ. അപ്പോൾ അത് ഒരു ചെറിയ സാങ്കേതിക പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് ഒന്ന് മാറ്റി വെച്ചതാണ്. 6000 ആക്കുന്നതിന് വേണ്ടി ക്യാബിനറ്റ് വന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു ഡിസ്കഷൻ അതിൻ്റെ സാങ്കേതിക പ്രശ്നമാണ്. അങ്ങനെ 6000 ആക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് പണം തരണം. അപ്പോൾ നമ്മൾ 6000 ആക്കുമ്പോൾ 1500 വർദ്ധിക്കും. ഇപ്പോൾ അത് തീരുമാനിക്കുന്നത് എൻ്റെ ഒരു സംശയം, അതായത് മത്സ്യത്തൊഴിലാളി മേഖലകളിൽ നിന്ന് അവരവരുടെ ജീവിതവും മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം അവതരിപ്പിക്കപ്പെട്ടുള്ള അവരുടെ ആവശ്യങ്ങൾ ഏതാണ്ട് എല്ലാം പരിഹരിക്കാനോ അല്ലെങ്കിൽ അതിനനുസരിച്ച് മുന്നോട്ട് പോകാനോ കഴിഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, അവർ പറഞ്ഞതിനോടൊപ്പം പുതിയ കാര്യങ്ങളോട് നമ്മൾ ചെയ്തു. ഉദാഹരണം പുനർഗേഹം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ തീരമേഖല കണ്ട അതിശക്തമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയാണ്. അത് പ്രത്യേകം തന്നെ കണ്ട് സംസാരിച്ചു പോകേണ്ടതാണ്. ഇതാ നോക്കാം നമുക്ക്. കാണേണ്ട ഒരു പ്രശ്നം, കഴിഞ്ഞ ഗവൺമെൻറ് കാലത്താണ് ഈ തീരദേശത്ത് കടലോട് ചേർന്ന് 50 മീറ്റർ ഉള്ളിൽ താമസിക്കുന്നവർ കടൽക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് വലിയ അപകടത്തിൽ നിൽക്കുന്നൊരു സമയം. അങ്ങനെ വന്നപ്പോൾ 22,174 കുടുംബങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റണം. അതിനുവേണ്ടി 2400 കോടി രൂപ അനുവദിച്ചു. പദ്ധതി മുന്നോട്ട് പോയി. പക്ഷേ അതിൻ്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പലർക്കും അവിടുന്ന് മാറാൻ കഴിയില്ല. കാരണം അവരുടെ ജീവിതം ഈ കടലുമായി ബന്ധപ്പെട്ടാണ്. നമുക്ക് ദൂരോട്ട് മാറി സ്ഥലം എടുത്ത് ഫ്ലാറ്റ് കെട്ടാനും പറ്റില്ല. എങ്കിലും മാറാൻ കഴിയുന്ന ആളുകളെ എല്ലാം മാറ്റാനുള്ള നടപടി സ്വീകരിച്ചു. ഇതിനോടകം 3498 കുടുംബങ്ങളെ ഞങ്ങൾ പുനരധിവസിപ്പിച്ചു. ഏതാണ്ട് 3500 കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ചു. ഇതുകൂടാതെ ഇപ്പോൾ 788 ഫ്ലാറ്റുകളുടെയും 1186 വീടുകളുടെ നിർമ്മാണം നടന്നു വരികയാണ്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ അങ്ങ് ഈ കാണിച്ചത് പ്രത്യാശ ഫ്ലാറ്റിൻ്റെയാണ്. 400 വീട്, അതായത് 10 ഏക്കർ സ്ഥലം
സർക്കാർ ഭൂമി എടുത്ത് 400 ഫ്ലാറ്റ് അതിമനോഹരമായി. അത് ആ ഉദ്ഘാടനത്തിൽ കണ്ടതാണ്. സ്ഥലത്ത് ആ വീടിൻ്റെ പ്രത്യേകത അറിയാം. ഇതാണ് സാധാരണ 10 ലക്ഷം വീടല്ല, ഒരു വീടിന് ശരാശരി 30 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്. ഒരു വീടിന് എന്താ വെച്ചാൽ സ്ഥലവും കെട്ടിടവും കൂടെ ഒരു 30 ലക്ഷം രൂപ, 2 ബെഡ്റൂം, എല്ലാ സൗകര്യങ്ങളും കൂടി. നമ്മൾ കാണേണ്ടത് പറഞ്ഞാൽ നമ്മളൊരു സിംഗപ്പൂർ സ്റ്റൈലാണ് അവിടെ പോയി കാണുന്നത്. ഡിസൈനിലാണ്, നല്ല ഒന്നാമത്തെ ഡിസൈൻ. പറഞ്ഞ സമയത്ത് CM ആ കല്ലിട്ടപ്പോൾ എന്തൊക്കെ പറഞ്ഞത് ഇത്ര മാസം, ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട CM 2 മാസം മുമ്പേ തീർത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിനേക്കാൾ 2 മാസം മുമ്പ് തീർത്ത് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്ത് പോകുമായിരുന്നു? എല്ലാ ആഴ്ചയിലും ഞാൻ റിവ്യൂ ചെയ്യും, ഞാൻ നേരിട്ട് പോകും. എല്ലാ ആഴ്ചയിലും റിവ്യൂ ഉണ്ട്, ഞാൻ ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ ഉദ്യോഗസ്ഥർ ചെയ്യും. പ്രധാനപ്പെട്ട സന്ദർഭം ഞാൻ തന്നെ നേരിട്ട് റിവ്യൂ ചെയ്യും. ഇത് മാത്രമല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ വീടുകൾ ഏറ്റവും നല്ലതാ നമ്മൾ കണ്ടുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്. ഈ അവരുടെ ഒരു സന്തോഷം, സംതൃപ്തി മന്ത്രിക്ക് നേരിട്ട് അനുഭവപ്പെട്ടത് എങ്ങനെയായിരുന്നു പറയാം? അയ്യോ, ഇത് തന്നെയാണ് ഈ സന്തോഷം കൊണ്ടുള്ള കണ്ണുനീരുണ്ടല്ലോ. നിങ്ങൾ ആ ഫ്ലാറ്റിലോട്ട് ചെന്നിട്ട് ചോദിച്ചാൽ മതി. ഞാനൊരു ഉദാഹരണം, ഒരു പാവപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി വിധവ, അവർക്ക് ഭർത്താവൊന്നുമില്ല, 2 3 പെൺകുഞ്ഞുങ്ങളാണ്, ഇവർക്ക് വീടില്ല. അവർക്ക് വീട് ഇതിനകത്ത് കിട്ടി. അവരെൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, സാറ് ഈ എന്താ മറ്റേ പാല് കാച്ചാൻ നേരത്ത് വരണമെന്ന് പറഞ്ഞു. എനിക്ക് പാവം പറ്റാഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, അവിടെ എന്തായാലും ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സ്ത്രീയല്ലേ, നമ്മളെ വന്ന് വിളിച്ചാൽ നീ അവിടെ പോകണം, എനിക്കന്ന് വരാൻ പറ്റില്ല. ഇവളോടെ പോയി ആ ചടങ്ങ് മുഴുവൻ എൻ്റെ വൈഫ് പങ്കെടുത്തു. അവൾക്ക് ഭയങ്കരമായ തൃപ്തിയായി. എൻ്റെ വൈഫ് പറയുന്നത് പറഞ്ഞാൽ ഈ ചെന്ന് കയറിയ സമയം വരെ പോരുന്നവരെ അങ്ങ് കരയുക, കണ്ണുനീര എന്ന് വെച്ചാൽ ഒരു ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത വഴിയാധാരമായി കിടക്കുന്ന 3 കുഞ്ഞുങ്ങളുമായി വഴിയാധാരമായി കിടന്നു അവർക്കുള്ള സന്തോഷം. 22,000 വീടാണ് പിന്നെ ശരത്ത് ഈ ഫിഷർമാൻ സൊസൈറ്റിക്ക് ഈ കഴിഞ്ഞ പിണറായി 2 ഗവൺമെൻറ് കൊടുത്ത്. 22,000 വീട് ചെറിയ കാര്യമാണ് ഈ കേരളത്തിൽ നമ്മൾ നടത്തി. ഞാൻ മന്ത്രിയാകുന്ന സമയത്ത് അതിന് മുമ്പത്തെ ഗവൺമെൻറ് 2016 വരുമ്പോഴും ആദ്യത്തെ ഗവൺമെൻറ് വരുമ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങൾ അനാഥമായി ഈ സർക്കാരിൻ്റെ ഗോഡൗണിലും പലയിടത്തുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ ഗോഡൗണിൽ കിടന്നു. പ്രതിപക്ഷ നിയമസഭയിൽ ഭയങ്കര പ്രതിഷേധം രേഖപ്പെടുത്തി. ഇങ്ങനെ അത് അവരുടെ കാലത്ത് കിടന്നവരാണ്, അവരുടെ കാലത്തൊന്നും ചെയ്തില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് പറയുന്നു, ഒരൊറ്റയാളിനെ വഴിയാധാരമായി കാണാവും ഗോഡൗണിലുണ്ടോ? ഒരാളുമില്ല, ഒറ്റയാളുമില്ല. എല്ലാവരെയും ശരത്തെ ഇപ്പം നിങ്ങൾ പറഞ്ഞാൽ ഇപ്പം ഞാൻ ഫ്ലാറ്റ് കൊടുക്കും. മണ്ണുംപുറത്ത് 204 ഫ്ലാറ്റ് പണിതിട്ട് 35 അപേക്ഷയുള്ളെന്ന്. അത് ശരി, ഫ്ലാറ്റിന് അപേക്ഷയില്ലെന്ന് മൊത്തം ആളിന് കൊടുത്തു. ഇപ്പം അതേ പറഞ്ഞു ഇപ്പം ഞാൻ കൊടുക്കാം ഫ്ലാറ്റ് എന്ന് വെച്ചാൽ അഡീഷണലായിട്ട് പിന്നെ ഫ്ലാറ്റ് കിടക്കുകയാണ്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തതേ, ഇപ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് അവിടെ സിമെന്റ് ഗോഡൌണിൽ ആളുകൾ താമസിക്കുന്നു, ആക്ഷേപങ്ങൾ അവരെ എല്ലാം മാറ്റി പുനരധിവസിപ്പിച്ചു. ഒരാളെയെങ്കിലും മാറ്റാനുണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ നിമിഷം കൊടുക്കും. കാരണം നമ്മുടെ അഡീഷണലായിട്ട് ഫ്ലാറ്റ് കിടക്കുകയാണ്, നമുക്ക് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഇപ്പോൾ പടന്നു 758 ഫ്ലാറ്റ് തിരുവനന്തപുരം ജില്ലയിലാണ് ഇച്ചിരി പ്രശ്നമുള്ളത്. കാരണം തിരുവനന്തപുരം ജില്ലയിൽ പിന്നെ ഈ ഭവനത്തിൻ്റെ ആവശ്യക്കാർ കൂടുതൽ. മറ്റൊരു ജില്ലയിലും ഈ പ്രശ്നമില്ല. കേരളത്തിലെ മറ്റു തീരദേശ ജില്ലയിൽ ഒന്നും 8 ജില്ലയിൽ പ്രശ്നമില്ല. പക്ഷേ ഇവിടെ അതിനൊരു ചെറിയ പ്രശ്നം. 758 ഫ്ലാറ്റ് ഇപ്പോൾ കടകംപള്ളി അടക്കമുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ പണിതുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കൊരു ഈ ട്രിവാൻഡ്രം തന്നെ ഇപ്പോൾ ഒരു 400 ഫ്ലാറ്റ് കൂടി ഇപ്പോൾ പണി. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉടൻ കൊടുക്കാം, ഒരു പ്രശ്നമില്ല. തോട്ടപ്പള്ളി പണിയുന്നുണ്ട്. തോട്ടപ്പള്ളി പണിത് ഞാൻ പറഞ്ഞു എടുക്കാൻ ആളില്ല. 1-ാം തരം ഫ്ലാറ്റ് 35 അപേക്ഷ വന്നത്, ബാക്കി ഫ്ലാറ്റ് അവിടെ തീർന്ന് കിടക്കുക. അപ്പോൾ ഇനി ആളുകൾ വരും, ഉറപ്പായും വരും. കാരണം മാറ്റുക, നമ്മുടെ പുനരധിവാസം കംപ്ലീറ്റ് ആയില്ല. കാരണം ഇവരെ തീരത്തുനിന്ന് ഇങ്ങോട്ട് മാറാൻ ബുദ്ധിമുട്ടാണ്. ഇവർ തീരത്തുനിന്ന് മാറാൻ ഇവരെ ഒത്തിരി നിർബന്ധിക്കണം. ഇവർക്കറിയാം നമ്മൾ അങ്ങനെയൊന്നും പ്രഷറൈസ് ചെയ്യാൻ പറ്റില്ല. ഇവരെ വളരെ സൗമ്യമായി പറഞ്ഞ് അപ്പോൾ ഇവർ ഇവരുടെ വലയോടെ വെക്കണം, ഇവർക്ക് വള്ളമോടെ വെക്കണം, ഇവർക്ക് അവരുടെ ജീവിതം അതുകൊണ്ട് അവിടെ നിന്ന് മീൻ പിടിച്ച് കരയിൽ കൊണ്ടുവരണം. ഇവർക്കുള്ള ആ കടലിൽ ഇവരുമായിട്ടുള്ള ഒരു അഫെക്ഷൻ. അപ്പോൾ അവിടെ നിന്ന് 1 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് മാറിയാൽ ഇവർ വരില്ല. നമ്മുടെ പ്രശ്നം എന്താ വെച്ചാൽ ഈ കടലിനോട് ചേർന്ന് നല്ല സ്ഥലം കിട്ടത്തുമില്ല, കാരണം സർക്കാർ ഭൂമിയില്ല. പിന്നെ നമ്മൾ പ്രൈവറ്റായിട്ട് മേടിക്കാൻ ചെന്നാൽ കിട്ടത്തുമില്ല. ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം. എങ്കിലും ഇപ്പോൾ ഈ 2 കൂടെ ചേർത്താൽ ഏതാണ്ട് ഒരു 6500 7000 ഫ്ലാറ്റുകളും വീടുകളും പുനർഗേഹം വഴി മാത്രം കേരളത്തിൽ ഇപ്പോൾ കൊടുക്കാം. യെസ്. അപ്പോൾ ഏതായാലും പുനർഗേഹവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നേരത്തെ മന്ത്രി പറഞ്ഞതാണ്. ആളുകൾ എന്താണ് പറയുന്നതെന്ന് നോക്കാം. ചില ആളുകളുമായിട്ടൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നു. അത് കാസർഗോഡ് മുതൽ അങ്ങ് തിരുവനന്തപുരം വരെ എന്ന നിലയ്ക്കാണ്. വീട് സാധാരണ കുറേ ഫാമിലി എല്ലാം ആയിട്ട് അങ്ങനെ ഒന്നിച്ച് കൂട്ടുകുടുംബം എല്ലാം ആയിട്ടുള്ളത്. ഇവിടെ കുറച്ച് സൗകര്യങ്ങളെല്ലാം കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടത്തിനുള്ള ഒരുമാതിരി വീടൊക്കെ ആയി. ഇപ്പോഴത്തെ വീട്ടിൽ സൗകര്യമില്ല. മണ്ണ് പണ്ടത്തെ മണ്ണ് ആ വീടാണ്.
ആ വീട്ടിലാണ് നമ്മൾ താമസം ഉണ്ടായത്. മഴക്കാലത്ത് അത് ഇടിഞ്ഞ് താഴെ വീഴുമോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായി. ഈ മഴക്കാലത്ത് ഭയങ്കര പേടിയാണ്. കടൽ വന്നിട്ട് എല്ലാം കൊണ്ടുപോയില്ലേ, നമ്മളെ ആധാരവും അതെല്ലാം പോയില്ലേ, നമുക്കൊന്നും ഉണ്ടായിട്ടാ. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ ഒരു പദ്ധതി വന്നതിനെ കൊണ്ട് നമുക്ക് ഒരു വീടായി. മഴക്കാലത്ത് കടപ്പുറത്ത് താമസിക്കുമ്പോൾ ഭയങ്കര ടെൻഷനും പേടിയെല്ലാം. രാത്രി ഉറങ്ങാനെല്ലാം ബുദ്ധിമുട്ട്, ഭയങ്കര സൗണ്ടും വെള്ളം കയറുന്നതെല്ലാം. ഇപ്പോൾ ഇവിടെ വന്ന് പിന്നെ ആ ഒരു ടെൻഷനില്ല. ഇതാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്ന് ഉള്ള ആളുകളുടെ പ്രതികരണം ആണ് ഈ പറഞ്ഞ പുനർഗേഹവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. അതൊരു വലിയൊരു ആശയമായിരുന്നു, പക്ഷേ വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു, പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ഈ പുതിയ കാലത്തിനനുസരിച്ച് അവരുടെ ജീവിതത്തെ മികച്ച പാർപ്പിടങ്ങൾ കൊടുക്കുക. ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന ഒരു UDF സർക്കാരുമായി പാർപ്പിടങ്ങളുടെ കാര്യത്തിലൊരു താരതമ്യം എങ്ങനെ മിനിസ്റ്റർ ചെയ്യും? താരതമ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ മുഴുവൻ ഗോഡൗണിലും പിന്നെ പുറമ്പോക്കിൽ താമസിച്ചുകൊണ്ടിരുന്നത്. ഫിഷർമെൻ സൊസൈറ്റിക്ക് ഒന്നും UDF ചെയ്തില്ല. എന്ത് ചെയ്തു? പുനർഗേഹം മാത്രമാണോ? വിദ്യാഭ്യാസത്തിന് എന്ത് സഹായം ചെയ്തു? അല്ല, ഇവർ പറയട്ടെ, തീരദേശത്ത് ഒരൊറ്റ സ്കൂൾ കെട്ടം പണിതിട്ടുണ്ടോ? ഒറ്റ സ്കൂൾ. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങൾ പോയി സ്കൂൾ നോക്കൂ. ഇന്നലെ ഞാൻ നമ്മുടെ പിന്നെ ചവറയിലെ ഒരു സ്കൂൾ ഉദ്ഘാടനം ചെയ്തു, നമ്മുടെ കടലിനോട് ചേർന്ന്, സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ. എൻ്റെ സ്ഥലത്തെ പോയി കാണണം. എത്ര ബിൽഡിങ്ങാണ്! ഇന്നലെ 2.5 കോടി രൂപയുടെ കെട്ടിടം ഞാൻ ഉദ്ഘാടനം ചെയ്തു. എത്ര കെട്ടിടങ്ങളാണ് പുതുതായിട്ട്! ഭയങ്കര നമ്മൾ കാണുന്നതല്ല എഡ്യൂക്കേഷൻ രംഗത്ത് തീരദേശത്ത് വന്നത്. ഇനി പിന്നെ നമുക്ക് പിന്നെ 10 ഫിഷറി സ്കൂളുണ്ട്, ടെക്നിക്കൽ സ്കൂളുണ്ട്. ഇവരോട് ചോദിക്കുക അതിൻ്റെ സ്ഥിതി എന്തായിരുന്നു? 45 കോടിയുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. 3 കംപ്ലീറ്റ് ചെയ്തു. ഞാനവിടെയൊക്കെ ചെന്ന് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഇത് ഞാൻ കാണുന്നില്ല. എനിക്ക് ഫിഷർമാൻ്റെ മക്കളായിട്ടൊന്നുമില്ല, എൻ്റെ മക്കളെ പോലെ ഞാൻ അവരെ കാണുന്നത്. എനിക്ക് അത്ര ഇഷ്ടമല്ലേ. കാരണം അവർ ഒരു മനസ്സിൽ ഒരു തെറ്റായ ഒരു ചിന്തയുള്ളവരല്ല. അവർ വളരെ എന്താ പറയുക, ആത്മാർത്ഥമുള്ളവരാണ്. അവർ വളരെ സിൻസിയറാണ്. അവരുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത് വേറെ പ്രശ്നം. കാരണം അവരെ നമുക്ക് അങ്ങനെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയാതെ പോയി ഇത്രയും കാലം. പക്ഷേ അപ്പോൾ അവരുടെ ഒരു പുതുതലമുറയെ, അവരുടെ അടുത്ത ജനറേഷനെ കുറെ കൂടെ ഒരു മെച്ചപ്പെട്ട നിലയിലേക്ക്, ഒരു സാമൂഹിക പശ്ചാത്തലത്തിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 10 വർഷം കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കണ്ട. ഈ കേരളത്തിലെ ഏറ്റവും മുഖ്യധാര നിൽക്കുന്ന, സാമൂഹ്യമായി സാമ്പത്തിക മുഖ്യധാര നിൽക്കുന്നവരെക്കാൾ മുഖ്യധാര വരും ഫിഷർമാൻ സമൂഹം. കാരണം ഒറ്റ സെക്കൻഡൂടെ ഈ ടെക്നിക്കൽ സ്കൂളിനെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട്, ആ 10 സ്കൂളിൽ ഞാൻ പോയി. ആ കുഞ്ഞുങ്ങൾ താമസിക്കുന്ന ഹോസ്റ്റലേ എന്തിനു കൊള്ളാം! ഒന്നിനും കൊള്ളാത്ത ഹോസ്റ്റലുകൾ. പഠിക്കാൻ എല്ലാ സ്കൂളും നന്നായിക്കൊണ്ടിരിക്കുകയല്ല. ചോദിച്ചു നോക്ക്, 45 കോടി 3 സ്കൂൾ തീർന്നു കഴിഞ്ഞു. അടിപൊളി ഹോസ്റ്റൽ. ഏതെങ്കിലും ഒരെണ്ണം മിച്ചമുണ്ടോ നന്നാവാ? അല്ലേ, പണി തുടങ്ങി. 3 തീർന്നു. ഞാൻ 10 ഹോസ്റ്റൽ ഈ ഗവൺമെൻറ് കാലത്ത് പണം കൊടുത്തു കഴിഞ്ഞു. എല്ലാ സ്കൂളും നമ്പർ 1 സ്കൂൾ. അപ്പോൾ 1000 കുട്ടികൾ ഇപ്പോൾ താമസിച്ച് പഠിക്കുകയാണ്. ഇന്ത്യയിൽ എവിടെയെങ്കിലും 1000 കുഞ്ഞുങ്ങൾ ഫിഷർമാൻ്റെ കുട്ടികൾ ടെക്നിക്കൽ സ്കൂളിൽ സൗജന്യമായിട്ട് ഫ്രീ ആയിട്ട് ഹോസ്റ്റൽ താമസിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കേരളം അതിനുവേണ്ടി പണം വാരി പമ്പ് ചെയ്യല്ലേ. ഈ അനാഥരായ കുട്ടികളുടെ അമ്മയും അച്ഛനും മരിച്ചുപോയി, അത്തരം കുട്ടികൾക്ക് പഠിക്കാൻ 1 ലക്ഷം രൂപ അവരെ ദത്തെടുക്കുന്നൊരു സ്കീം നമ്മളുണ്ട്. അതേതാണ്ട് 45 കുട്ടികൾ ഇപ്പോൾ അതിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസം ചെയ്യിച്ചു. ശരത്ത്, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, ഞാൻ മന്ത്രിയായതിനു ശേഷം, വിദ്യാഭ്യാസത്തിന് പഠനത്തിന് മാത്രം എന്ന് വെച്ചാൽ സ്കോളർഷിപ്പ് 274.13 കോടി രൂപ കൊടുത്തു. നിങ്ങൾ ആ എമൗണ്ട് മനസ്സിലാക്കുന്നത് മറ്റൊന്നുമല്ല, പഠന ചെലവ് മാത്രം. എൻ്റെ വീട് തന്നെയാണ് അതിന് ഉദാഹരണം. വളരെ ജീർണിതമായ അവസ്ഥയിൽ കിടന്ന വീടിന് മെയിൻ്റനൻസ് നൽകി അതിനെ പുനരുദ്ധരിപ്പിച്ചു. പ്രത്യേകിച്ച് ഈ തീരദേശ മേഖലയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവർക്ക് ഒരു അപകടം പറ്റിയാൽ അവരുടെ ഇൻഷുറൻസ് തുക എത്രയും പെട്ടെന്ന് കിട്ടുന്ന ഒരു സംവിധാനം, മത്സ്യത്തൊഴിലാളികൾക്ക് പഞ്ചമാസം വന്നു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാർ. റൈറ്റ്. ഇതിപ്പോൾ നമ്മൾ മിനിസ്റ്റർ നേരത്തെ സംസാരിച്ചതും ഈ വീടുകളുമായി ബന്ധപ്പെട്ടാണ്. ഏറ്റവും മികച്ച, ഈ കാലത്തിന് യോജിച്ച ഏറ്റവും മികച്ച വീടുകൾ അവരുടെ അടുത്ത തലമുറകളെ മെച്ചപ്പെടുത്തുന്നതിൻ്റെ വിദ്യാഭ്യാസ മികവിനെ കുറിച്ചൊക്കെ സംസാരിച്ചു. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായി തോന്നി ഒന്നുണ്ട്. മത്സ്യ വിൽപ്പനയ്ക്ക് പോകുന്ന പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവർക്ക് വലിയ ആശ്വാസകരമാണ് ഈ ബസ്സിലൊക്കെ ഇതിലും കൊണ്ട് കയറാൻ പെടുന്ന പാടും ബുദ്ധിമുട്ടും അതെല്ലാം മാറിയിട്ട് ഇപ്പോൾ ഈ ഒരു ആശയം അത് കാര്യമായി മുന്നോട്ട് പോകുന്നുണ്ടോ? പിന്നെ എന്താ എൻ്റെ കാര്യം? ഞാൻ വിഴിഞ്ഞത്ത് പോയി. ഞാൻ ഈ ചെറുപ്പത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് ഒരു ഗുണം കിട്ടി. പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സ്ട്രൈക്ക് ചെയ്യും.
ചെങ്ങന്നൂർ കടലില്ലെങ്കിലും ആലപ്പുഴ കടലോര ജില്ലയാണ്. എത്രയോ കാലമായി ഫിഷർമാൻ സൊസൈറ്റി പ്രവർത്തിക്കുന്നതാണ്. ഞാൻ ചെന്നപ്പോൾ ഈ ഞങ്ങളുടെ ഈ അമ്മമാർ കണ്ടപ്പോൾ ഈ പ്രായമുള്ള അമ്മമാരെ തലയിൽ ഇത് വെച്ചിട്ട് ഓട്ടോറിക്ഷയുടെ പുറകിലോട്ട് കൂടി ഇതങ്ങ് അടുക്കും. അപ്പോൾ നേരെ സിറ്റിക്കകത്ത് വരും, ഓരോ സ്ഥലത്തോട്ട് ഇത് ഇറക്കി വെക്കും, കച്ചവടം ചെയ്യും, തിരിച്ച് ഓട്ടോറിക്ഷ ചെയ്യും. അപ്പം വരുന്നതിന് ഓട്ടോറിക്ഷ ചിലവ്, പോകുന്നതിന് ഓട്ടോറിക്ഷ ചിലവ്, ഇവരുടെ ഒരു ദൈനംദിന കൃത്യം പോലും നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥ, പരിതാപകരമായ അവസ്ഥ. ഞാനിവിടെ വന്ന് ആന്റണി രാജുവിനോട് ചോദിച്ചു, ആന്റണി രാജു, നമുക്ക് എന്തായാലും പരിഹാരം, നമുക്കൊരു സ്കീം, കാശൊന്നുമില്ല പക്ഷെ നല്ല പൈസ ആവും. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ആലോചിച്ചിട്ട് ഒരു പ്രോജക്റ്റാണ്, ആവശ്യത്തിന് 3 ബസ് ഇട്ടു. വിഴിഞ്ഞം മുതൽ ഇങ്ങോട്ടുള്ള ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം മീൻ പിടിച്ചു വരുന്ന ഈ അമ്മമാർക്ക് ഇവരെന്താണെന്നറിയോ, ഹാർബറിൽ ചെന്ന് നിന്നാൽ മതി, ഇവർ മീൻ എടുക്കുന്നു, ഇവർ നമ്മുടെ വണ്ടിക്കകത്ത് പ്രത്യേക സംവിധാനം ഒരുക്കി അതിനകത്ത് കയറ്റി വെക്കുന്നു, ഇതുപോലെ പാട്ടൊക്കെ പാടി വലിയ ചരിവൊക്കെ വെക്കാൻ പറ്റും. അതിനപ്പുറത്ത് അതിൻ്റെ സംവിധാനമുണ്ട്. ഇത് പ്രത്യേകം ബസ് പണിതെടുത്താൽ, എന്നിട്ട് ഈ സിറ്റിക്കകത്ത് വന്ന് ഓരോ സ്ഥലത്ത് വെക്കും, തിരിച്ച് പോകാൻ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ടൈം മീൻ വിറ്റ് തരും, വിൽപ്പന കഴിഞ്ഞ് ഇവർ തിരിച്ചു പോകും. ഇവർക്ക് ഭയങ്കര സന്തോഷം. ഇപ്പോഴും ആ സ്കീം തുടരുകയാണ്. കോടിക്കണക്കിന് രൂപ ഞങ്ങൾ KSRTC കടയ്ക്കുന്നത്. KSRTC ഭയങ്കര സന്തോഷം ഇവർക്ക്. കാരണം എന്ന് വെച്ചാൽ മറ്റ് ജില്ലകളിൽ നമ്മൾ നോക്കിപ്പോയി അവിടെ ഇതുപോലെ മീൻ വിൽപ്പനക്കാരില്ല. ഏറ്റവും കൂടുതൽ വിൽപ്പനക്കാരുള്ളത് തിരുവനന്തപുരത്ത്, ഏറ്റവും ആവശ്യമുള്ളത് തിരുവനന്തപുരത്ത്. അത് നമ്മൾ നടപ്പാക്കി. അതാണ് സമുദ്ര ബസ്. ഒരു കാര്യം കൂടെ പറയാം, മറ്റ് ജില്ലകളിൽ ഇത്തരം ബസ്സിൻ്റെ ആവശ്യകത അത്രയും വരുന്നില്ല. സെയിൽസിലേക്ക് ആളുകൾ വളരെ കുറവാണ്. നമ്മുടെ ഇവിടാണ് കുറച്ചുകൂടി കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ത്രീകളൊക്കെ കച്ചവടത്തിന് പോകുന്നത്. അതിനാണ് നമ്മൾ ഇവിടെ ബസ് ഇട്ട്, അത് അവർക്ക് വലിയ വിജയകരമാണ്. ആ കാര്യത്തിൽ ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയൊരു ഒരു നല്ല പദ്ധതിയാണ്. അതുലിൻ്റെ അനുഭവം എന്ന് പറയാമോ? മത്സ്യകൃഷിയിലേക്ക് ഒരു യുവ സംരംഭകനാണ്. അതുലിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് തന്നെ ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞ ആളുകൾക്ക് കേൾക്കുമ്പോൾ. ഞാൻ ആക്ച്വലി 2020 മുതലാണ് കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോഴത്തേക്കും പല ഭാഗത്തു നിന്നും കിട്ടിയൊരു ഉപദേശം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ടാവും, അതെല്ലാം ഡിലേ ആകും. അതുലിൻ്റെ ഫാമാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ ആക്ച്വലി 3 ടയർ ഫാമിങ്ങാണ് ചെയ്യുന്നത്. ആദ്യം ഞങ്ങളൊരു 5 ഡയമീറ്ററിൽ ചെയ്ത് തുടങ്ങി. വനാമി ചെമ്മീനാണ് ചെയ്തത്. 5 ഡയമീറ്ററിൽ തുടങ്ങി. അത് ഒരു 3-4 പ്രാവശ്യം സക്സസ്ഫുള്ളായിട്ട് ഹാർവസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം പെട്ടെന്ന് തന്നെ നടക്കുന്നത് കണ്ട്. അതൊക്കെ വേഗത്തിൽ നടന്നോ? അതോ ചുവപ്പ് നാടാന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായോ? അനുഭവപ്പെട്ടോ എന്തെങ്കിലും? അല്ല, ഞങ്ങൾക്കെല്ലാം ആക്ച്വലി വളരെ പെട്ടെന്ന് തന്നെ ആയിരുന്നു എല്ലാ പേപ്പർ കിട്ടിയതും. ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ എല്ലാ ആൾക്കാരും വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പുരസ്കാരം. അതെ, കൊട്ടാരക്കര വെച്ച് നടന്ന ഫംഗ്ഷനായിരുന്നു. അപ്പോൾ ഈ പേപ്പർ വർക്ക്സിൻ്റെയും പിന്നെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സപ്പോർട്ട് കണ്ടപ്പോഴാണ് നമുക്കിത് എന്തുകൊണ്ട് വലുതായിട്ട് ചെയ്തുകൂടാ എന്നൊരു ചിന്ത വന്നതും. ഞങ്ങൾ ഈ ലൈസൻസൊക്കെ എടുത്തതിന് ശേഷം KFCയിൽ അപ്രോച്ച് ചെയ്ത് അവിടെ നിന്നൊരു ലോൺ കൂടി എടുത്തിട്ടാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻഡോർ ഫാം ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ബയോസെക്യൂർഡ് ആയതുകൊണ്ട് ആൻറ്റിബയോട്ടിക്സോ അതുപോലുള്ള ഒരു മരുന്നുകളോ ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ പോലെ തന്നെ ചെറുപ്പക്കാരുടെ ഈ രംഗത്തേക്കുള്ളൊരു വരവ് അതുൽ ഒക്കെ വളരെ സൃഷ്ടിപരമായി മുന്നോട്ട് പോയിട്ടുണ്ട്. സംസ്ഥാനത്തിപ്പോൾ 2083 കൂട് കൃഷി യൂണിറ്റുകൾ. കണ്ണൂർ മാപ്പിള ബേയിൽ ആദ്യമായി വനാമി ചെമ്മീൻ വിത്തുൽപാദനം ആരംഭിച്ചു എന്ന് മാത്രമല്ല സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ പോകുന്ന സ്ഥിതിയിലേക്ക് കേരളത്തിലെ വനാമി കൃഷിയെ മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. വലിയൊരു മൂവ്മെൻറ്റ് നടക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറയാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൃഷി വകുപ്പ് മന്ത്രിയും ഫിഷറീസ് മന്ത്രിയും ഉദ്യോഗസ്ഥന്മാരും ഇരുന്നു ചർച്ച ചെയ്തിട്ട് ഒരു 10, 20, 25 വർഷക്കാലം കൃഷിയില്ലാത്ത സ്ഥലങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞു. ഏതാണ്ട് 10,000 ഹെക്ടർ സ്ഥലമാണ് കേരളത്തിൽ മീൻ കൃഷിക്ക് പറ്റിയത് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്ത് ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ നടത്തി. അവിടെ എല്ലാം ഇപ്പോൾ കൃഷി വരാനുള്ള പ്രോജക്റ്റുകൾ വരികയാണ്. അപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തടത്ത് നിന്ന് നെൽകൃഷി ഒരിക്കലും നടക്കാത്ത 10,000 ഹെക്ടർ സ്ഥലം ഇപ്പോൾ കണ്ടുപിടിച്ചു. അവിടെയൊക്കെ ഈ പറഞ്ഞ വനാമി കൃഷി മറ്റു തരത്തിലുള്ള കൃഷികളിലേക്ക് വരുമ്പോൾ വലിയ തരത്തിലുള്ള ഉൽപ്പാദനം കേരളത്തിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയും. ചെറുപ്പക്കാർ നന്നായി വരുന്നുണ്ടോ? ഇഷ്ടം പോലെ. അതുലിനെ പോലുള്ള നിരവധി ചെറുപ്പക്കാർ ഇത്തരം പദ്ധതികളിൽ വരുന്നുണ്ട്. ഇവരൊക്കെ തമ്മിലൊരു കണക്ഷൻ ഉണ്ടോ? നിങ്ങൾ ഈ ആണോ മറ്റ് ജില്ലകളിലും ഒക്കെ ഉള്ളവരൊക്കെ? നമ്മൾ മത്സ്യകൃഷിയെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതിന് മാത്രമല്ല എല്ലാ ജില്ലയിലും ഇപ്പോൾ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പിന്നെ ഈ സാങ്കേതികമായ മാറ്റം വന്നതോടുകൂടി ടെക്നോളജി മാറ്റം വന്നതോടുകൂടി ഇവർക്ക് നല്ല ഇൻസ്പിറേഷൻ ഉണ്ട്. കാരണം പുതിയ ആശയങ്ങളും പുതിയ ടെക്നോളജിയും വരുന്നതോടുകൂടി ഇവർക്ക് പ്രയോജനകരമായി. പിന്നെ നമ്മൾ നല്ലതുപോലെ സബ്സിഡിയും ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവർ മാത്രമല്ല, ഇപ്പോൾ അദ്ദേഹത്തിന് തന്നെ ചോദിച്ചറിയാം,
ബിസിനസ്സിലൂടെ നല്ല സാമ്പത്തിക ശേഷിയിലേക്ക് അദ്ദേഹം വളർന്നിട്ടുണ്ടാവും. ആണോ അതുലേ? അതെ. അത് വെളിപ്പെടുത്താമോ എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. ഉറപ്പാണ്. എത്ര ചെറുപ്പക്കാരുണ്ട്? നിങ്ങൾ എത്ര പേരുണ്ട്? ഈ സംഘം എത്ര പേരുണ്ട്? എത്ര പേര് തൊഴിലെടുക്കുന്നുണ്ട്? ഇതിനകത്ത് ആക്ച്വലി ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലാസ് വെക്കാറുണ്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതിലൂടെ ഞങ്ങൾക്ക് ഒരുപാട് ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ മറ്റ് ജില്ലകളിലൊക്കെ ഈ ചെയ്യുന്നവരെ അല്ലേ? അതെ അതെ. മത്സ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് തന്നെ അപ്രീഷിയേറ്റ് ചെയ്ത പ്രോജക്റ്റാണ് നമ്മുടെ കൃത്രിമപ്പാല് കടലിൽ നിക്ഷേപിക്കുക. ഏറ്റവും ഗംഭീരമായി അത് നടന്നത് 42 സ്ഥലങ്ങളിൽ 6300 കൃത്രിമപ്പാലുകൾ നമ്മൾ നിക്ഷേപിച്ചു. മാത്രമല്ല ഇത്തരം സ്കീമുകൾ കേരളത്തിൽ നടപ്പാക്കുന്നതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ തന്നെ മികച്ച മറൈൻ സ്റ്റേറ്റായിട്ട് കേരളത്തെ എടുത്തു. ആരെ? BJP ഗവൺമെൻറ് ഈ കഴിഞ്ഞ വർഷം ഏറ്റവും നല്ല മറൈൻ ഡിസ്ട്രിക്റ്റായിട്ട് കൊല്ലത്തെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പദ്ധതികളൊന്നും, അതായത് 100% എന്നുള്ളത് 100-110% കേന്ദ്ര ഫണ്ടും സംസ്ഥാന ഫണ്ടും ചെലവഴിച്ചുകൊണ്ട് ഒരു ടീം വർക്കാണ് ഫിഷറി സെക്ടർ നടക്കുന്നത്. ഞാൻ ആ കാര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ പോലും നമ്മളൊന്നിനും മുമ്പേ പറഞ്ഞതുപോലെ അവരെ മോശപ്പെടുത്താൻ ശ്രമിക്കാറില്ല. അവരെ വിശ്വാസമെടുക്കുക. ഞങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ആദ്യം ഒരു കാര്യം ചെയ്തതെന്നറിയാം, നേരെ ഡയറക്ടറേറ്റിൽ പോയി ആരും അറിയാതെ. ഞാനും എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ഞാൻ പറഞ്ഞു നമ്മൾ ആരും അറിയണ്ട അവിടെ പോകണം, മന്ത്രി അതൊന്നും അറിയാം. ഞാൻ സത്യപ്രതിജ്ഞ കയറിയതിൻ്റെ ഒരു ആഴ്ച കഴിഞ്ഞു, മന്ത്രിയായി ഒരാഴ്ച. അപ്പോൾ നേരെ പോയി ഡയറക്ടറേറ്റ്, ഫിഷറീസ് ഡയറക്ടറേറ്റ്. ഒറ്റ പ്രാവശ്യം ഞാൻ പോകേണ്ടി വന്നു. ഞാൻ ചെന്ന് അവിടെ കുത്തി ആ ഫ്രണ്ടിൽ ഇരുന്നു. ഈ ആളുകൾ വന്നിരിക്കുന്ന ഒരു ലോബിയുണ്ട്, അതിന് മുന്നിൽ ഇരുന്നു. ഒന്നും മിണ്ടായി കണ്ണൊക്കെ അടച്ച് മുഖത്തൊരു മറ്റേ ഇത് വെച്ചിരുന്നു, ഏതാ മാസ്കൊക്കെ വെച്ച് ഇങ്ങനെ ഒരുമാതിരി ഉറങ്ങുന്ന ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ഒരു സ്വഭാവത്തിൽ ഞാൻ അവിടെ ഇരുന്നു. 10 മണിക്ക് ഞാൻ കൃത്യം 10 മണിയായിപ്പിച്ചത് രാവിലെ. അപ്പോൾ 10 മണിക്ക് മുമ്പേ വന്ന ഒരു 20% ഉദ്യോഗസ്ഥന്മാരാണ്. 10 മണി കഴിഞ്ഞ് 10:30 വന്ന് ഒരു 10%, 11 മണിക്ക് വന്ന് ഒരു 10%, 11:30 വന്ന് അടുത്ത 10%, 12 മണിയായപ്പോൾ പിന്നെ ആരും വരാറായി. 12 മണിയായപ്പോൾ ഞാൻ പിന്നെ നേരെ ഡയറക്ടറെ മുടിച്ചു, അല്ല ഡയറക്ടറെ ഈ ഓഫീസിനകത്ത് കയറി. അപ്പോൾ ഇവർക്ക് ചെറിയ സംശയം തോന്നുന്നത് ഞാൻ ദൂരി സാറപ്പോൾ വന്ന് ഞാൻ പറഞ്ഞു സാറ് പാവപ്പെട്ടവനാണ്, ഞാൻ കുറച്ച് നേരം വന്നിട്ട് അറ്റൻഡൻസ് എടുക്കാൻ പറഞ്ഞു. അറ്റൻഡൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ 60% ആളുകൾ വന്നിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു എല്ലാ ദിവസവും ഇങ്ങനെയാണെന്ന്. അപ്പം എൻ്റെ സ്വഭാവം മാറി. എല്ലാ ദിവസവും ഇങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സാർ അത് നമ്മുടെ യൂണിയൻ പ്രവർത്തനമൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് പേര് അതിന് പോയി. ഞാൻ ചെയ്ത യൂണിയൻ അനുസരിച്ച് എല്ലാ യൂണിയനുകളും നേതാക്കന്മാരോടുണ്ട്. അപ്പോൾ അവർ കുറച്ച് ആളുകൾ രാവിലെ അവിടെ പോയിട്ട് ബാക്കി കുറേ പേരെടുത്തപ്പോൾ സാറ് സ്ഥിരമായിട്ട് വരാറില്ല. അപ്പോൾ സത്യങ്ങൾ പുറത്തു കൊണ്ടു, സാറ് സ്ഥിരമായിട്ട് വരാറില്ല. മൊത്തം എഴുതാൻ പറഞ്ഞു, വരാത്തവരുടെ മൊത്തം പേരെഴുതാൻ പറഞ്ഞു. അപ്പോൾ പേരെഴുതി അഡ്രസ്സ് എഴുതി ഈ ബുക്കെല്ലാം കൂടെ നേരെ എടുത്ത് മേടിച്ച് കൊണ്ടുപോകുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എല്ലാം കണ്ടുകെട്ടി ഇവിടെ വന്നു. ഡയറക്ടറെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഇവിടെ വിളിച്ച് ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ഇവർക്ക് എങ്ങനെയാണ് മാസം ശമ്പളം കൊടുക്കുന്നത്? അപ്പോൾ സാർ എല്ലാ മാസവും സർക്കാർ കാശ് തരുന്നുണ്ട്, ഇവർ കൃത്യമായി ജോലി ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവർ വർത്താനത്തിൻ്റെ ക്ഷീണമായി. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ? അപ്പോൾ ഞാൻ തുറന്ന് പറയാൻ പോയി ഡയറക്ടറോട്. ഞാൻ നിങ്ങളൊന്നും പേടിക്കണ്ട, നമ്മളിവരെ ആരും ഒന്നും ചെയ്യാൻ വേണ്ടിയല്ല, എനിക്കൊന്ന് മനസ്സിലായി അറിവില്ലായ്മ കൊണ്ട് ചോദിക്കാൻ കരുതിയാൽ മതി എന്ന് പറഞ്ഞു. സാറേ ഉള്ള കാര്യം പറയാം, അവർ വരുത്തില്ല, അവർ വരുന്ന ദിവസം ഒപ്പിടും. ഇനി ഞങ്ങൾ ഏതെങ്കിലും കാരണവശാൽ അത് വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ സ്വസ്ഥത കിട്ടത്തില്ല. അവർ വളരെ സംഘടിതമാണ് സാറേ, അതുകൊണ്ട് ഭയന്ന ഞാനുണ്ട്. അന്നത്തെ ദിവസം വരാത്തവർക്ക് മുഴുവൻ നോട്ടീസ് അയക്കാൻ പറഞ്ഞു. നോട്ടീസ് അയച്ചു, റിപ്ലൈ മേടിച്ചു, എല്ലാവരും ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു ഒറ്റ കാര്യം, നിങ്ങളെ ഇതിൻ്റെ പേര് സസ്പെൻഡ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യാനോ എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ചു. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ഉദ്യോഗസ്ഥന്മാരെയും പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ വിളിച്ചു. ഞാൻ പറഞ്ഞു നമ്മൾ ചെയ്യുന്നത് പാവപ്പെട്ട ഫിഷർമാനാണ്, അവൻ ഒരു ഗതി പരഗതി ഇല്ലാത്തവൻ. ഗവൺമെൻറ് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് ജനങ്ങളുടെ പണമാണ്, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ചെയ്യാൻ കഴിയുന്ന ദിവസം വന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന ദിവസം ബാക്കി യൂണിയൻ പ്രവർത്തനം നോക്കുക, നമുക്കൊരു പരാതിയില്ല, അതൊന്നും ഒപ്പിടാൻ പറ്റത്തില്ല. അതിന് ആബ്സെൻ്റായിട്ട് നിങ്ങൾ പൊക്കുമോ, അതിന് ശമ്പളം മേടിക്കേണ്ട കാര്യമില്ലല്ലോ.
അതല്ല യൂണിയൻ പ്രവർത്തനമാണ് നിങ്ങൾ പൊക്കും, എനിക്ക് യാതൊരു വിരോധമില്ല. നിങ്ങളുടെ ആബ്സെൻസിൽ പുതിയ ആളിനെ വെക്കും, ഒരു തടസ്സമില്ല. നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒപ്പിട്ടില്ലെങ്കിൽ ശമ്പളമില്ല. ഒപ്പിട്ടില്ല, ശമ്പളമില്ല. പിന്നെ നിങ്ങളില്ലാതെ വരുമ്പോൾ എനിക്കവിടെ ജോലി ചെയ്യാൻ ആളിനെ വെക്കണം. ഞാൻ കൂലി കൊടുത്ത ആളിനെ വെക്കും. നിങ്ങളത് ചെയ്യിക്കരുത്. അല്ലാതെ ഞാൻ നിങ്ങളുടെ മണ്ടയ്ക്ക് കയറാനോ വഴക്കുണ്ടാക്കാനോ, ഞാനൊരു പാവപ്പെട്ടവനാണ്. എനിക്ക് ആ സമൂഹത്തോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു നമ്മളൊരു ടീം. ആ ടീം എന്ന് പറഞ്ഞാൽ മന്ത്രി മുതൽ താഴത്തെ OA വരെ ഈ ടീമിൻ്റെ ഭാഗമാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കണം. എൻ്റെ ശരത്തെ ഈ 5-ാം വർഷമാകുമ്പോൾ ഞാൻ പറയുന്നു, ഞാൻ അഭിമാനത്തിൽ പറയുന്നു, ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ലാത്ത ടീം വർക്കാണ് ഫിഷറീസ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഹൃദയത്തിലേക്ക് ഞാനൊരു ഇൻസ്പിറേഷൻ കൊടുത്തു. ഞാൻ പറഞ്ഞു അങ്ങേയറ്റം പാവപ്പെട്ട മനുഷ്യന് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നാളെ നിങ്ങൾക്കിത് ലഭിച്ചത് നിങ്ങളുടെ ഒരു കഴിവുകൊണ്ടായിരിക്കാം, പക്ഷേ അവർ ഈ സൊസൈറ്റിയിൽ ഈ സമൂഹത്തിൽ ഉയർന്നു വരണം. അന്ന് മുതൽ ഒരു ഡയറക്ടറേറ്റ് പോലും, അതിന് പകരം പുതിയ ഡയറക്ടറേറ്റ് പണിയാൻ ഞങ്ങൾ തീരുമാനിച്ച് നടപടിയായിട്ട് മുന്നോട്ട് പോകുന്നു. ആ ഡയറക്ടറേറ്റിൽ പിന്നെ എത്രയോ ഡയറക്ടർമാർ വന്നു, എത്രയോ ഉദ്യോഗസ്ഥന്മാർ വന്നു. ഒരു പരാതിയോ പരിഭവമില്ലാതെ ടീം വർക്ക്. അതിൻ്റെ ഭാഗമായി മത്സ്യഫണ്ട് ലാഭത്തിലായി. ഒരു 10-200 സൊസൈറ്റി കാലുകൾ ഡെവലപ്പ് ചെയ്തു. സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനമായി. ഇടനിലക്കാരുടെ ചൂഷണത്തിൽ മത്സ്യത്തൊഴിലാളിയെ രക്ഷിക്കാനുള്ള നടപടികളിലേക്ക് വന്നു. ഇപ്പോൾ ഈ വട്ടപ്പലിശക്കാർ കൊണ്ടുവന്ന് പണം കൊടുക്കുക, 10 രൂപ പലിശ. ഇപ്പോൾ രാവിലെ 2000, 5000, 10000 മേടിച്ചാൽ മീൻ പിടിച്ചുകൊണ്ട് വന്നിട്ട് വിറ്റിട്ടാണ് പൈസ കൊടുക്കണം. ഇവർക്കൊക്കെ അറിയാം, അനുഭവസ്ഥരാണ്. അപ്പോൾ ഇങ്ങനെ വട്ടിപ്പലിശക്കാരെന്ന് പറഞ്ഞാൽ വട്ടിപ്പലിശ. അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഒരു നിയമം കൂടെ കൊണ്ടുവരണം. സൊസൈറ്റിയെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ട് വേണം നിയമം കൊണ്ടുവരാൻ. അങ്ങനെ ഇടനിലക്കാരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള നിയമം കേരള നിയമസഭയിൽ ഞാൻ അവതരിപ്പിച്ച് പാസ്സാക്കി. അതിൻ്റെ ചട്ടമായി നടപ്പാക്കാൻ പോവുക, നടപ്പാക്കി തുടങ്ങി. ഇപ്പോൾ അതിന് വേണ്ടി ഹാർബർ മാനേജിംഗ് കമ്മിറ്റി, ഫിഷ് ലാൻഡിംഗ് മാനേജിംഗ് കമ്മിറ്റി എല്ലാം. വട്ടിപ്പലിശക്കാരുടെ ആവശ്യം ഇനി വരില്ല. കുറഞ്ഞോ? അല്ല, അത് കുറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ സൊസൈറ്റികൾ സ്ട്രെങ്തൻ ചെയ്യണം. സൊസൈറ്റികൾക്ക് നമുക്കിനി സ്ട്രെങ്തൻ ചെയ്യാൻ അവരെ സാമ്പത്തികമായി സഹായിക്കണം. അവരെ പാകപ്പെടുത്തിയെടുത്ത് സഹായിച്ചു വന്നാൽ 4%, 3%, 5% പൈസയ്ക്ക് ഈ മത്സ്യത്തൊഴിലാളിക്ക് ഡെയിലി പൈസ കൊടുത്താൽ അവർ തിരിച്ചുകൊണ്ട് അടച്ചോളും. ഹാർബറിൻ്റെ ഭാഗം പറഞ്ഞാൽ എല്ലാ ഹാർബറും നവീകരിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് ഹാർബറുകളെ മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ പൂർത്തീകരിക്കാനായത് പുതുനയം. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ 27 ഹാർബറാണ് കേരളത്തിൽ നിലവിലുള്ളത്. അതിൻ്റെ കൂടെ പൊഴിയൂര്, മഞ്ചേശ്വരം, താനൂര്, ചെത്തി, പിന്നെ നമ്മുടെ ചേർത്തലയിലെ അർത്തുങ്കൽ, ഇത്രയും ഇപ്പം നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അഴീക്കലാണ്. ഇത്രയും നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. ചിലത് തീർന്നു. കണ്ണൂർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം തീർന്നു. അപ്പോൾ ഒരു പിന്നെ 7-8 എണ്ണം നമുക്കിപ്പോൾ പൂർത്തീകരിച്ച് നമുക്ക് എടുക്കാം നമ്മുടെ കാലത്ത് തന്നെ. ഇദ്ദേഹം പറഞ്ഞ് നമ്മുടെ മുതലപ്പുഴയുടെ വിഷയം എന്ന് പറയുന്നത് 1965-ലെങ്ങാണ്ടാണത് ആകുന്നത്. ആ കൺസ്ട്രക്ഷനിൽ വന്നിട്ടുള്ള അപാകത കൊണ്ട് 65-70 ആൾ മരിച്ചു. അതെ, ഇത് എത്രയോ കാലമായി ചർച്ച ചെയ്യപ്പെടുക. ഞാൻ മന്ത്രിയായിട്ട് ഓർമ്മയുണ്ട് ഈ സമീപകാലത്ത് ഞാൻ മന്ത്രിയായി ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു പരാതി വരുന്നു. അവിടുത്തെ സഭയുടെ അച്ഛനാണ് ഇവിടെ വന്നത്. ഞാനിത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം 65 പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി മരിച്ചു. അപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് വലിയ പിടിയില്ല. ഞാൻ എൻ്റെ വണ്ടിയിൽ ഞാൻ പറഞ്ഞു നമുക്ക് പോകാൻ മുതലപ്പടി പോകണം. ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചു. അവിടുത്തെ ഈ സമുദായത്തിൻ്റെ ആളുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, MLA-യോടും ഞാൻ പറഞ്ഞു. ശശിയേട്ടൻ അവിടുത്തെ MLA ഗംഭീരമായൊരു യോഗം പഞ്ചായത്തിൻ്റെ ഹാളിൽ വിളിച്ചു. പറഞ്ഞു എന്താ വിഷയം എന്ന് ചോദിച്ചു. മരിക്കുകയാണ്, വള്ളം മറിഞ്ഞ് മരിക്കുകയാണ്. എന്താ പരിഹാരം? അപ്പോൾ ഇവർ പരിഹാരം പറയുന്നുണ്ട്. അതായത് ഈ പുലിമുട്ട് നീളം കൂട്ടണം. ഈ പുലിമുട്ട് പിന്നെ കുറേ ഈ അദാനി വന്നപ്പോൾ ഈ കല്ല് അവിടെ നിന്ന് മാറ്റിയതിൻ്റെ ഫലമായിട്ട് പുലിമുട്ട് തകർന്നു. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നം. ഇതിനകത്ത് ആരുടെ ഒരു നിലപാടില്ല, ഒരു നടപടിയില്ല. അവിടെ നിന്നുകൊണ്ട് ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞ് പ്രോജക്റ്റ് ഉണ്ടാക്കി. ഒരുപാട് പ്രതിഷേധമൊക്കെ പ്രതിപക്ഷക്കാർ അവിടെ ഇത് നടത്താതിരിക്കാൻ വേണ്ടി പണിയാവുന്ന മാക്സിമം പണി പണിതു. അങ്ങനെ പണിതെങ്കിൽ 177 കോടി രൂപയുടെ ഒരു പദ്ധതി നമ്മൾ സമയബന്ധിതമായി തയ്യാറാക്കി അവസാനം ഇത് പൂനെ പിന്നെ അവിടുത്തെ നമ്മുടെ ഇത് തയ്യാറാക്കി ഇൻസ്റ്റിറ്റ്യൂട്ട് വിട്ടു. ഇവർ പോയി കണ്ടു, ഇവരെ കൂടെ കാണിച്ച് വിഴിഞ്ഞത്തെ ഇവിടുത്തെ ഒരാളിനെ വിട്ട് പഠിപ്പിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടു. ടെൻഡർ ചെയ്തു, കേന്ദ്ര ഗവൺമെൻറ് കൂടെ സഹായിച്ചു. അവരടിയന്തരമായി അവർ തരേണ്ട ഷെയർ 40% തന്നു, നമ്മൾ 60% നമ്മൾ ഷെയർ ഇട്ടു. നിർമ്മാണം ആരംഭിച്ചു. ഇപ്പം നിർമ്മാണം ആരംഭിച്ചു, ഡ്രഡ്ജിങ് നടത്തി.
അദാനി ഗ്രൂപ്പുകാരെ വിളിച്ചു വരുത്തി ഞാൻ പറഞ്ഞു, നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, നിങ്ങൾ പൊളിച്ചു മാറ്റിയ ഭാഗം ക്ലിയർ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കടൽ ഈ പൊഴിക്കകത്ത് കല്ല് കിടക്കുകയാണ്, പൊഴിക്കകത്ത് മൊത്തം വാരിച്ചു, ഭൂരിപക്ഷം വാരി എന്തായാലും ഇപ്പോൾ വലിയ അപകടം കേൾക്കുന്നില്ല. അവിടെ പൂർണ്ണമായിട്ട് ഒഴിവായില്ല, കാരണം പണി നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ഇതേന്ന് അറിയാം പണി നടന്നുകൊണ്ടിരിക്കുക. അവിടെ അപകടരഹിതമായ ഒരു ഹാർബർ എന്ന മത്സ്യത്തൊഴിലാളികളുടെ ഈ തീരദേശത്തെ പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയൊരു ആവശ്യത്തിന് നമ്മൾ പരിഹാരം കണ്ടു. ചെറിയൊരു കാര്യമല്ല, അത് തീരത്തിൻ്റെ മാത്രം പ്രശ്നമായിരുന്നില്ല. ഇപ്പം നമ്മൾ ഓരോ ഹാർബർ എടുക്കും. അപ്പോൾ വലിയൊരിക്കൽ ഫിഷ് സ്റ്റാൻഡിംഗ് സെൻറ്റർ നല്ല ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഇപ്പുറത്ത് കായംകുളം എന്ന് പറയുന്ന ഹാർബർ, എത്ര ഹാർബറുകളാണ് ഇപ്പോൾ നവീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ ഹാർബർ നവീകരണത്തിന് വേണ്ടി കേരളത്തിൽ മാറ്റിയ, അതുപോലെ മത്സ്യബന്ധനത്തിൻ്റെ ആധുനിക രീതികൾ ആധുനിക രീതികൾ വന്നു. അതിൻ്റെ ധാരാളം കാര്യങ്ങൾ നമ്മൾ ഈ കാലയളവിൽ നമ്മൾ ഇത് പുതിയ എഞ്ചിന്, പുതിയ വള്ളങ്ങൾ, FIB വള്ളങ്ങൾ, FRB വള്ളങ്ങൾ, പിന്നെ ഇവർക്കിപ്പം മണ്ണെണ്ണ എഞ്ചിൻ മാറ്റിയിട്ട് പെട്രോൾ പിന്നെ ഇതിലേക്ക് മാറ്റാനുള്ള പണം കൊടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് സ്കീമുകൾ വന്നു. അതിൻ്റെ പുതിയ ബോട്ടുകളെ സംബന്ധിച്ചൊക്കെയുള്ള, പിന്നെ നമ്മുടെ ആഴക്കടൽ മത്സ്യബന്ധനം അതിനുവേണ്ടി ഇപ്പം 5 ബോട്ട് കൊടുത്തു. അത് നമ്മുടെ കൊച്ചിൻ ഷിപ്പ്യാർഡാണ് പണിതത്. ചെറിയ ഡിഫക്ട്സ് വന്നു. ആ ഡിഫക്ട്സ് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ റെക്ടിഫിക്കേഷൻ നടത്തി ഇപ്പോൾ വീണ്ടും അത് തുടങ്ങി. പുതിയ 5 വള്ളങ്ങളിലൂടെ മേടിക്കാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുക. ആഴക്കടൽ മത്സ്യബന്ധനം അത് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർക്ക് ആധുനികമായ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുള്ള ഫിഷിംഗ് അതിലേക്ക് കേരളം മാറണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ പോയപ്പോൾ അതായത് ഫിഷറീസ് വകുപ്പിൻ്റെ തന്നെ ദൃശ്യങ്ങളാണിത്. അതെ 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 ഇതാണ് ആ പുതിയ, അല്ലേ? റൈറ്റ്. അതെ അതെ, നമ്മുടെ വകുപ്പ് ആഴക്കടൽ മത്സ്യബന്ധനത്തിന് കൊടുത്ത ഇതാണ്. റോജി, ഇപ്പം മുതലപ്പൊഴിയുടെ ഒരു അനുഭവം വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നതാണ്. കേരളത്തിൻ്റെ ഭാവി സാധ്യതകളിൽ ഒരു വലിയ മേഖല തന്നെയാണ് തീരമേഖല എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു സാധ്യത, ഇപ്പോൾ ഫിഷറീസ് മേഖലയുടെ ആ വലിയ സാധ്യത കണ്ടുകൊണ്ടുള്ള കേന്ദ്ര സഹായം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ കേന്ദ്ര ബജറ്റ് നോക്കിയാലും നമുക്ക് കിട്ടിയത് കടലാമയാണ്. അത് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഫിഷറീസ് മേഖലയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെടാൻ കേന്ദ്രം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കാലം? നമ്മുടെ ഗുജറാത്ത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ തീരം ഇവിടെ 600 കിലോമീറ്റർ. നമ്മളേതെങ്കിലും ഒരു സ്കീം കൊടുത്താൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനപ്പുറം, എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ തരുന്ന ഒരു ഷെയറിങ് അല്ലാതെ നമുക്ക് മറ്റ് പദ്ധതികളൊന്നും ആ രൂപത്തിൽ അങ്ങനെ തന്നു എന്ന് പറയാൻ കഴിയില്ല. അത് കേരളത്തോട് കാണിക്കുന്ന പൊതുവെ ഉള്ള ഒരു വിവേചനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ അതിനെ കാണുന്നു. പക്ഷെ അതുകൊണ്ട് നമ്മൾ അടങ്ങിയിരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. 2 കാര്യം നമ്മളിപ്പോൾ തീരുമാനിച്ചു. നമ്മൾ ആമമുട്ടയിൽ അടയിരിക്കില്ല. അത് ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് 2 കാര്യം തീരുമാനിച്ചു. അതാണ് അങ്ങ് പറഞ്ഞ ഈ വിഷൻ. അതിലൊരു വിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണം എവിടുന്ന് കിട്ടും? ഞാനത് ആലോചിച്ചത്. നമ്മൾ ഈ ബഡ്ജറ്റ് പോയിട്ട് ധനകാര്യമന്ത്രിയുടെ അടുക്ക പോയി തൊഴുതിട്ട് ചില കാശ് തരണം, എല്ലാ വർഷവും മേടിക്കുക, അത് തരും. നമ്മൾ തൊണ്ട കാര്യമില്ല, അത് സാധാരണ ഉള്ളതാണ്. അതുകൊണ്ട് കേരളത്തിന് രക്ഷപ്പെടാൻ അങ്ങ് പറഞ്ഞൊരു കാര്യം, 2 മേഖല ശ്രദ്ധിച്ചാൽ മതി. ഫിഷറീസും ടൂറിസവും അനന്ത സാധ്യത. ഇപ്പോൾ ഒരു ചെറുപ്പക്കാരനായ ഒരു എൻ്റർപ്രനർ പറയുന്നത് കേട്ടില്ലേ, അതിന് 2 വഴി തേടി. ഒരു വഴി ലോൺ എടുക്കുക, അടുത്തൊരു 10 വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കാൻ കഴിയുന്ന ഒരു 3000 കോടി രൂപയുടെ പ്രൊജക്റ്റ് ചെയ്തു, വഴിയാക്കി. അടുത്ത മന്ത്രിയാകുന്ന ആൾ ഭാഗ്യവാനാകട്ടെ, ഞാൻ നമ്മൾ ഉറപ്പിച്ചു പറയാം. കാരണം ഒരു 3000 കോടി രൂപ നബാർഡ് വഴി ബോംബെയിൽ ഞാൻ പോയി, അവിടുന്ന് നബാർഡിൻ്റെ ചെയർമാനെ ഇവിടെ കൊണ്ടുവന്നു മീറ്റിംഗ് നടത്തി. 502 കോടി രൂപ ഫിനാൻസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. 502 മൊത്തം ഒരു 3000 കോടി രൂപ അടുത്ത 5 വർഷം കൊണ്ട് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും. 10 വർഷം കഴിഞ്ഞ് തിരിച്ചടച്ചാൽ മതി. ഒരു സ്കീം നബാർഡ് വഴി നബാർഡിൻ്റെ പല പദ്ധതികൾ. അതിനകത്ത് സുനാമി വീടുകളെല്ലാം മാറ്റും, അടിപൊളി ഫ്ലാറ്റുകളും വീടുകളും കൊടുക്കും. അതിനകത്ത് അങ്ങനെയുള്ള സ്കീമുകളാണ്. അടിസ്ഥാനപരമായ മാറ്റം മുഴുവൻ വരും. നല്ല വീടുകൾ, നല്ല ഇനിയും പരിഹരിക്കേണ്ട എന്തുകൊണ്ട് അതെല്ലാം പരിഹരിക്കും. ഏറ്റവും അവസാനമായി ഒരു കാര്യം കൂടി, വലിയ തോതിൽ കേരളത്തിൻ്റെ ഒരു മികവായി അങ്ങയുടെ തീരമേഖലയുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞോടുന്ന ഒരു ദൃശ്യം, അതിൻ്റെ ഒരു പഴയ ചരിത്രം കൂടിയുണ്ട്. കണ്ടുകൊണ്ട് ഞാൻ പറയേണ്ട കാര്യമില്ല.
ഈ ദൃശ്യങ്ങൾ കേരളത്തിൻ്റെ ശരിയായ മാറ്റത്തെ ഏറ്റവും ശരിയായി വളരെ കൺവിൻസിംഗ് ആയി അവതരിപ്പിക്കുന്നു, ബോധ്യപ്പെടുത്തുന്നു എന്നാണോ പറയാൻ? ഇതിന് ഒരു ഹിസ്റ്ററി ഉണ്ട്, അതുകൂടെ പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ സമയം കുറവുണ്ടെങ്കിൽ ഞാൻ പറയാം. മന്ത്രിയായതിൻ്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കരിയിൽ പിതാവിനെ, കൊച്ചി ബിഷപ്പ് കരിയിൽ പിതാവിനെ കാണാൻ ഞാൻ പോയി. അത് ഒറ്റ കാര്യമാണ് പറഞ്ഞത്. ഒരു കാര്യം, ചെല്ലാനം എന്ന് പറയുന്നൊരു സ്ഥലം പറഞ്ഞ വാക്ക് ഞാനിപ്പോൾ അദ്ദേഹം ഉണ്ടല്ലോ, അദ്ദേഹം കേൾക്കുന്നുണ്ടാവും, അത് പോയി കാണണം. കടലെടുത്തുകൊണ്ട് പോകും കേട്ടോ സജി, കടലെടുത്തുകൊണ്ട് പോകും. അവിടുത്തെ ഞങ്ങളുടെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം പരിഹരിക്കണം. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. എൻ്റെ ഞാൻ അവിടുന്ന് കരിയിൽ പിതാവിനെ കണ്ട് ഇറങ്ങിയിട്ട് ഞാൻ വണ്ടി ഡ്രൈവറോട് പറഞ്ഞു ചെല്ലാനത്ത് പോകണം. എനിക്ക് അറിയില്ല, ചെല്ലാനത്ത് കടലാക്രമണമെന്നൊരു ഭീകരമായ ഒരു ദൃശ്യമായിരുന്നു. അവിടുന്ന് ഞാനിവിടെ വന്ന് ബഹുമാനെ മന്ത്രി രാജീവായിട്ട് സംസാരിച്ചു, റോഷിയായിട്ട് സംസാരിച്ചു. ഞാനും രാജീവും റോഷിയും കൂടി ഇരുന്നു. മുഖ്യമന്ത്രിയുമായിട്ട് ഞങ്ങൾ പോയി സംസാരിച്ചു, ആലോചിക്കാൻ പറഞ്ഞു. ടെട്രാപോഡ് എന്ന് പറഞ്ഞൊരു ആശയം തന്നെ അതിൻ്റെ ഭാഗമായി നമ്മൾ നിർദ്ദേശിച്ചു. കാരണം ഇത് ഇറിഗേഷൻ വകുപ്പാണ് ചെയ്യേണ്ടത്. അങ്ങനെ നിർദ്ദേശത്തിൻ്റെ ഫലമായി ആ പറഞ്ഞ കാര്യത്തിന് ഒരു പരിഹാരം ഈ ഗവൺമെൻറ് കണ്ടു. ഈ മുഖ്യമന്ത്രി നിശ്ചയദാർഢ്യം അതാണ്. എനിക്ക് ഈ മുഖ്യമന്ത്രിയുള്ള സ്നേഹം അതാണ്. കാരണം അതിൻ്റെ ആവശ്യകത പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുന്നോട്ട് പോകും. പൈസ എവിടെ നിന്നാന്ന് പോലും നമുക്കറിയില്ല. ആദ്യഘട്ടത്തിൽ അവിടെ പിന്നെ 347 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് കൊടുത്തു. 7.3 കിലോമീറ്റർ കെട്ടി, അതാണ് നിങ്ങൾ കാണിച്ചത്. ഇപ്പോൾ 3.6 കിലോമീറ്റർ രണ്ടാം ഘട്ടം 306 കോടി കൊടുത്തു. അതായത് 2 സമയം കൂടി ഏതാണ്ട് 700 കോടി രൂപ ഒരു സംസ്ഥാന ഗവൺമെൻറ്, ഞാൻ UDF ഗവൺമെൻറ്റിൻ്റെ ഒരു സഹായം ഞാൻ ചോദിക്കട്ടെ, ന്യൂനപക്ഷത്തിന് വേണ്ടി ഇവരെ കണ്ണുനീരൊഴുക്കുവാണല്ലോ. അവിടെ താമസിക്കുന്ന ലത്തീൻ വിഭാഗത്തിൽപ്പെട്ട ഏറ്റവും പാവപ്പെട്ട ആളുകൾ, മത്സ്യത്തൊഴിലാളി താമസിക്കുന്ന ഈ ചെല്ലാനം, ഞാൻ കൂട്ട് ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒരു വേറെ കാര്യം. പക്ഷേ അവർക്ക് 1 രൂപയുടെ സഹായം ഇവർ ചെയ്താത്തത് പിണറായി വിജയൻ ഗവൺമെൻറ് 700 കോടി രൂപ കൊടുത്ത് അവരെ സംരക്ഷിച്ചു, അവരുടെ ജീവിതം സുരക്ഷിതമാക്കി. ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ പോയി എടുക്കണം. പൂന്തുറ എന്ന് പറഞ്ഞാൽ കടലെടുത്തോണ്ട് പോയി. അവിടെയാണ് ഞങ്ങൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് നേതൃത്വത്തിൽ ഒരു ജിയോ ട്യൂബ് ഒരു പരീക്ഷണം നടത്തി. അത് ആ ജിയോ ട്യൂബ് ഓഫ് ഷോർ ബ്രേക്ക് വാട്ടർ പ്രോജക്റ്റ് 250 മീറ്റർ പൂർത്തീകരിച്ചു. സ്ഥലത്തെ തീരമായി. ഇത് കേരളത്തെ സംബന്ധിച്ച് പുതിയൊരു അനുഭവമാണ്. കാരണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് നമ്മുടെ ഈ ടെട്രാപോഡും കരിങ്കല്ലും ഉപയോഗിച്ചുള്ള ഭിത്തി നിർമ്മാണം ഇനി ആവശ്യമില്ല. നമ്മൾ വിജയിച്ചു കഴിഞ്ഞു പൂന്തുറ. അതിൻ്റെ 4/1 ഭാഗം പണമുണ്ടെങ്കിൽ കേരളത്തിൻ്റെ തീരം സുരക്ഷിതമാകും. അപ്പോൾ ഈ ഒരു പദ്ധതി ഗവൺമെൻറ് നടപ്പാക്കാൻ നിശ്ചയിച്ചു. ഈ ഗവൺമെൻറ് കാലത്ത് നടപ്പാക്കും. പൂന്തുറ മോഡൽ അല്ലേ? പൂന്തുറ മോഡൽ അത് എടുത്ത് ലോകത്ത് ചൈനീസ് ജിയോ ട്യൂബുകൾ ആദ്യം കൊണ്ടുവന്നു, പിന്നെ ഇന്ത്യൻ നിർമ്മിത ജിയോ ട്യൂബുകൾ ലാസ്റ്റ് ഉപയോഗിച്ച് വൻ വിജയമാണ്. തീരത്ത് ഇപ്പോൾ ബോട്ടുകൾ അടുത്തു തുടങ്ങി, അവിടെ വലിയ തരത്തിലുള്ള മാറ്റം വന്നു. തീരസംരക്ഷണവും ഫലപ്രദം. തീരസംരക്ഷണത്തിൻ്റെ ഭാഗമായി വലിയ തരത്തിൽ അതുപോലെ മത്സ്യ മാർക്കറ്റുകൾ, അതുപോലെ തന്നെ പിന്നെ തീരസംരക്ഷണത്തിന് ഇറിഗേഷൻ വകുപ്പാണെങ്കിലും ഏറ്റവും കൂടുതൽ പണം കൊടുത്ത ഒരു കാലമാണ് ഈ കാലം. ഏറ്റവും സംതൃപ്തി തോന്നിയ ഒരു കാര്യം ഈ കാലയളവിൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മനസ്സിൽ? ഭവനം കൊടുത്തു, വീട്. ആ കണ്ണുനീര് ഞാൻ ഒരിക്കലും മറന്നില്ല. പിന്നെ ഞാൻ പോയ 47 മണ്ഡലങ്ങളിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ഹൃദയവേദന, അതിന് പരിഹാരം കാണാൻ കഴിഞ്ഞതാണ് ഏറ്റവും വലിയ കാര്യം. കൂടുതൽ ഒരു വാക്കുകൊണ്ട് പോലും കൂട്ടിച്ചേർക്കാൻ ഒന്നുമില്ല. കേരളത്തിൻ്റെ മാറ്റം അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം, നാടിന് വന്ന മാറ്റം, ഇതിന് എങ്ങനെയൊക്കെ പ്രവർത്തിക്കാനായി എന്നുള്ളതാണ് ഈ മന്ത്രി സജി ചെറിയാൻ വിശദീകരിച്ചത്. ബാക്കി ജനങ്ങൾക്ക് വിടുകയാണ്. പബ്ലിക് ഓഡിറ്റ് അവിടെയാണ് നടക്കേണ്ടത്. താങ്ക് യു.